ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളത്തോടും നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. നാം നിൽക്കുന്ന ഈ ലോകം എല്ലാ വിധത്തിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ തലമുറയും ഈ തലമുറകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. കഴിഞ്ഞ തലമുറയിലെ ഒരു വ്യക്തിയുടെ ലോകം, അദ്ദേഹം താമസിക്കുന്ന ഗ്രാമം ഏറിയാൽ അടുത്ത പട്ടണം. അതോടുകൂടി മിക്കവാറും ആ വ്യക്തിയുടെ ലോകം തീരുകയാണ്. ഗ്രാമങ്ങളിലാണെങ്കിൽ ആവശ്യ സാധനങ്ങളെല്ലാം അവിടെ കിട്ടും. എന്നാൽ അല്പം കൂടെ പർച്ചേസിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ആണെങ്കിൽ പുനലൂർ പോലുള്ള അടുത്ത ടൗണിൽ വരുമ്പോൾ തീർന്നു. കഴിഞ്ഞ തലമുറയിൽ ഒന്നുകിൽ ഗ്രാമം അല്ലെ സമീപത്തെ പട്ടണം ഒരു വ്യക്തിയുടെ ലോകം. ഇന്നത്തെ തലമുറയിലെ മനുഷ്യരുടെ ലോകം വിരൽ തുമ്പിൽ, എൻ്റെയും നിങ്ങളുടെയും വിരൽ തുമ്പിൽ ഈ ലോകം ഒതുങ്ങിയിരിക്കുന്നു. അത്ര ഡെവലപ്പ് ചെയ്തൊരു കാലത്തിൽ. കഴിഞ്ഞ തലമുറയിൽ ഒരാളോട് ചോദിച്ചാൽ പറയും ന്യൂഡൽഹിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ദൂരം 10,000 കിലോമീറ്റർ. ഇന്ന് ചോദിച്ചാൽ പറയും 16 മണിക്കൂർ. കഴിഞ്ഞ തലമുറയിൽ മനുഷ്യർ വസ്ത്രങ്ങൾ ധരിച്ചു യോഗ്യമായി ജീവിച്ചു. ഈ തലമുറയിൽ വസ്ത്രം ധരിക്കുകയല്ല, വസ്ത്രലോകത്തിൽ ജീവിക്കുന്നു. കഴിഞ്ഞ തലമുറയിൽ പരിമിതമായ ചികിത്സാ സംവിധാനങ്ങൾ മാത്രം ലോകങ്ങളിലൊക്കെ. എന്നാൽ ഇന്നോ കാറിൻ്റെയോ ലോറിയുടെയോ ബസ്സിൻ്റെയോ സ്പെയർ പാർട്ട് മാറ്റിയിടുന്നത് പോലെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അന്തരവയവങ്ങൾ, കിഡ്നി, ലിവറ്, ഹാർട്ട് എല്ലാം മറിച്ച് മാറ്റിവെക്കുന്ന ഹോസ്പിറ്റലുകൾ കൊച്ചു കേരളത്തിലെ ഗ്രാമത്തിൽ പോലും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള പുരോഗതിയുടെ മനോഹരതയിൽ തുളുമ്പി നിൽക്കുന്ന ഒരു ലോകമാണ്. ഒന്നിനും ഒരു കുറവില്ല. ഉറങ്ങാത്ത ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ജീവിത സുഖങ്ങൾക്ക് എന്തും ലഭിക്കുന്നതായ ഒരു പ്രത്യേക സംവിധാനം. കോളേജുകളും ഹൈസ്കൂളുകളും സർവകലാശാലകളും ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. വളരെയധികം സമ്പന്നതയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നെങ്കിലും ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. ആ പിന്നാമ്പുറം കാണിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരിൽ മാത്രം വല്ലാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ, ബന്ധങ്ങൾ ഉലഞ്ഞിട്ടില്ലേ? സ്നേഹം തണുത്തും മരവിക്കുന്നില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത കൂസാത്ത ഒരു തലമുറ കയറി വരുന്നുണ്ടോ? ദൈവീക ചിന്തയില്ലാത്ത ഒരു പുതിയ തലമുറ വന്നു കഴിഞ്ഞോ? ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു മനുഷ്യനെ കൊല്ലുന്ന പ്രവണതയല്ലേ ഇന്ന് ലോകത്തിൽ? കൊച്ചുകുട്ടികളുടെ പോലും മൂക്കിൻ്റെ തുമ്പത്തല്ലേ ദേഷ്യം? എന്താണ് കാര്യം? ലോകത്തിന് എന്താണ് ഈ വ്യത്യാസം? നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനൊരു സഭയുടെ വ്യക്താവല്ല, ഒരു മതത്തിൻ്റെ വ്യക്താവല്ല, ഒരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്ക് എതിരുമല്ല. പക്ഷെങ്കിൽ ഈ തലമുറയിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്താണ് ഇതിന് കാരണം? സയൻസ് പറയുന്നു ഈ ഭൂമി ഇനി മനുഷ്യർക്ക് വാസയോഗ്യമല്ലെന്ന്. ആ തരത്തിൽ അവരെ അസ്ട്രോണമിക്കൽ സയൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. 98.5 ഡിഗ്രി ചൂടുള്ള മനുഷ്യനെ താമസിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഈ ഭൂമിയുടെ സ്ഥിതി മാറി. നമ്മളൊക്കെ അതിൻ്റെ അനുഭവസ്ഥരാണ്. കേരളത്തിലെ ഏറ്റവും അധികം ചൂട് കൂടിയ 2 സ്ഥലമാണ്. ഒന്ന് പാലക്കാട്ട്, ഒന്ന് പുനലൂർ. അതുകൊണ്ട് ആ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പുനലൂർക്കാരോട് പറയേണ്ടത് കാര്യം കോട്ടയംകാരനില്ല. എനിക്കറിയാം. നിങ്ങൾ നോക്കിക്കേ, മനുഷ്യവർഗത്തിന് ജീവിക്കുവാൻ മേലാത്ത സ്ഥിതിയിൽ അസ്ട്രോണമിക്കൽ സയൻസ് പറയുന്നു ഭൂലോകം മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ വേദശാസ്ത്രം പറയുന്നു ഇതാ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. ഒരു രാത്രി വരാൻ പോവുകയാണ്. ഈ പകൽ എങ്ങനെയുണ്ടായി ഈ ഭൂമിയിൽ? ആ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപേ ഈ ഭൂമി പാഴും ശൂന്യവുമായി. അതിസുന്ദരമായിരുന്നൊരു ഭൂമി, വേദപുസ്തക ഭാഷയിൽ ദൂതന്മാർ കയ്യാങ്കളി നടത്തിയിരുന്ന, ദൂതന്മാർ കൈയടക്കിയിരുന്ന ഭൂമി, ലൂസിഫറിന് പാപം ചെയ്തപ്പോൾ, അകത്ത് തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ നിർണയത്താൽ അവനെ ഇല്ലാതാക്കി അവന് കൊടുത്ത ഭൂമി അസ്ട്രോയിഡ് അടിച്ച് തകർത്തെന്ന് സയൻസ് പറയുന്നു.
ഭൂമി പാഴും ശൂന്യവുമായി എന്ന് ശാസ്ത്രം പറയുമ്പോൾ ഉൽപ്പത്തി 1:1 പറയുന്നു ഭൂമി പാഴി ശൂന്യവുമായി. അങ്ങനെ 6.5 കോടി വർഷം കടന്നപ്പോൾ ഇന്ന് 6000 വർഷം മുൻപേ ദൈവം തമ്പുരാൻ സിസ്റ്റം ഒന്ന് മാറ്റി ആദ്യം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. എന്താണ്? സൂര്യന്റെ വെളിച്ചമല്ല, ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയുടെ വെളിച്ചം. നമ്മളൊരു ബ്രാൻഡ് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ ബാത്റൂമിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഏതാനും സമയം ആ സോപ്പിന്റെ മണം നമ്മുടെ ശരീരത്തിലില്ലേ? ഒരു പെർഫ്യൂം ശരീരത്തിൽ ഉപയോഗിച്ചാൽ ആ പെർഫ്യൂമിന്റെ ബ്രാൻഡ് എന്താ നമുക്കറിയത്തില്ലേ? എങ്കിൽ എന്താണ് ഈ വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചം വന്നത്? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു. വെളിച്ചമായ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയാൽ ഈ ഭൂമിയിലേക്ക് ഒരു വെളിച്ചം വന്നു. അപ്പോൾ ദൈവം തൻ്റെ ഈ ഭൂമിയെ മനോഹരമാക്കുവാൻ 5 തട്ടുകൾ മേലോട്ടിട്ടു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. 5 തട്ടുകൾ ഇട്ടപ്പോൾ നമ്മളതിന് പറയും ആകാശമെന്ന്, ശാസ്ത്രം പറയും വിധാനമെന്ന്, ബൈബിളും പറയും വിധാനമെന്ന്. അങ്ങനെ 5 തട്ട് വിരിച്ചിട്ട് ഭൂമിയിലുണ്ടായിരുന്ന വെള്ളത്തെ ഒരു വശത്തോട്ട് മാറ്റി അവന് സമുദ്രമെന്നും ഉണങ്ങിയ നിലത്തിന് കരയെന്ന് പേരിട്ടിട്ട് നോക്കിക്കേ, ചെടികൾ മുളച്ചു വരുവാൻ തമ്പുരാൻ കൽപ്പിച്ചപ്പോൾ തൊട്ടാവാടി മുതൽ തേക്ക് വരെയുള്ള ചെടികൾ കിളിർത്തു. റോസച്ചെടി കിളുത്തു, സീനിയപ്പൂ കിളുത്തു, സകലതും കിളുത്തപ്പോൾ ഇതിന് വളരണമെങ്കിൽ ഫോട്ടോസിന്തസിസ് വേണം. അതിന് ഉൽപ്പത്തി 1:16 4-ാമത്തെ ദിവസം ചെറിയ ഒരു നക്ഷത്രമാകുന്ന സൂര്യൻ 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഈ ഗാലക്സിയിലെ ചെറിയ ഒരു നക്ഷത്രമാകുന്ന സൂര്യനിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ സൂര്യപ്രകാശവും ഭൂമിയിൽ വന്നു. ഈ ഭൂമിയെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നൽകി. മനുഷ്യനൊരു അനുഗ്രഹം കൊടുത്തു. ഒന്ന് വായിക്കാം ആ അനുഗ്രഹം. ഉൽപ്പത്തി 1:28. ദൈവ മനുഷ്യനെ, ആദ്യ മനുഷ്യനെ അനുഗ്രഹിച്ചതാണ്. ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. നോക്കിക്കേ, ഒന്നുകൂടെ വായിച്ച ഭാഷ. സന്താനപുഷ്ടിയുള്ളവരായി വായിച്ചാട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ജീവനുള്ള 3 സിസ്റ്റം ഉണ്ട് ഈ ഭൂമിയിൽ. പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ജന്തുലോകം, സസ്യലോകം, മനുഷ്യലോകം, ജീവനുള്ളത്. ഇതിൽ ഈ അനുഗ്രഹം മനുഷ്യർക്കല്ലാതെ ആർക്കെങ്കിലും ഉണ്ടോ? സന്താനപുഷ്ടിയുള്ളവരെ പെരുകി 800 കോടി ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ഇങ്ങനെ പെരുകുന്നുണ്ടോ? ഇല്ല. 2, അടക്കി ഭൂമി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ഭൂമിമേലും വാഴുവീൻ. മനുഷ്യൻ പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് മനുഷ്യർ. അതൊരു മതമല്ല, ഒരു സഭയല്ല, മനുഷ്യർ. എന്താണ്? എല്ലാത്തിന്മേലും വാഴുന്നില്ലേ മനുഷ്യൻ? 3.5 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ പോയില്ലേ? 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വായിലേക്ക് പോകാൻ പോകുന്നില്ലേ? ഈ പുനലൂർ കവല വഴി കൊണ്ടുപോകുന്ന കൊമ്പനാനയുടെ പൊക്കം 13.5 അടിയാണെങ്കിൽ 6000 കിലോ തൂക്കമാണെങ്കിൽ കൊണ്ടു നടക്കുന്ന ആനക്കാരന്റെ പൊക്കം 4 അടി, തൂക്കം 40 കിലോ. തിരിയിടാന്ന് പറഞ്ഞാൽ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ അനുഗ്രഹം. കരങ്ങളെ കുറിച്ച് സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ തിന്മയുടെ ശക്തിയാകുന്ന സത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പോയി. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിടവുണ്ടായി. അതിനു മുൻപ് ദൈവത്തെ കാണുമ്പോൾ ഓടി നടത്തവൻ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ആത്മീയമായി മനുഷ്യനിൽ രാത്രി വന്നു. ആ രാത്രിയുടെ പ്രതിഫലനമായി രാത്രിയുടെ ഇരുട്ടിൻ്റെ അധികാരികൾ. കൊലോസ്യർ 1:13 അറിയാം. ഇരുട്ടിൻ്റെ അധികാരി സാത്താന്റെ സ്വഭാവമാണ് പാപം.
ആ പാപം മനുഷ്യനിൽ വന്നപ്പോൾ, മനുഷ്യർ പാപത്തിൽ കീഴിലായപ്പോൾ സാത്താൻ സന്തോഷിച്ചെന്താണെന്നറിയാമോ? അവൻ സ്വർഗത്തിൽ ദൈവത്തോട് അടുത്തിരുന്ന ദൈവത്തെ ശാസ്ത്രത്തിന്റെ വെളിച്ചപ്രകാരം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപേ, കാരണം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഒരു അസ്ട്രോയിഡ് പാഞ്ഞു വന്ന് ഈ ഭൂമിയെ ഇടിച്ച് തെറിപ്പിച്ച് ഈ ഭൂമിയിലെ മണ്ണുകൾ പൊങ്ങി, കാടുകൾ കത്തി, അന്നത്തെ ജീവജാലങ്ങൾ നശിച്ച് സൂര്യൻ മാറിപ്പോയത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപെന്ന് സയൻസ് കണ്ടുപിടിച്ചെങ്കിൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നും അവനെ നിഷ്കാസനം ചെയ്തപ്പോൾ അവിടെ മറ്റൊരു ദൂതനെ സൃഷ്ടിക്കാതെ 85 ലക്ഷം അടി പൊക്കത്തിൽ സ്വർഗം ശില്പിയായി, ദൈവം ശില്പിയായി സുന്ദരമായ ഒരു ഭവനം നിർമ്മിക്കുന്നു, പുതിയ യെരൂശലേം. അവിടെ വേറെ ഒരു ദൂതനെ സൃഷ്ടിക്കാത്തതിനാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ശ്വാസത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ കൊണ്ടുപോകുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് മനുഷ്യനെ വളരെ ശ്രദ്ധിച്ചപ്പോൾ സാത്താൻ ഒരു മർമ്മം പിടികിട്ടി. മനുഷ്യനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചെങ്കിലും അവൻ്റെ ഇച്ഛാശക്തി സ്വാതന്ത്ര്യത്തിലാണ്. വിൽ പവർ ലിബറൽ. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്നാൻ സാധിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, തിന്നരുത്. യു ഡു നോട്ട് ഈറ്റ്, യു കനോട്ട് എന്നല്ല. ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യർ തൊടാതിരിപ്പാൻ എന്തെങ്കിലും സിസ്റ്റമൊക്കെ വെക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഓപ്ഷൻ തിന്നുകയും ചെയ്യാം, തിന്നാതിരിക്കുകയും ചെയ്യാം. വിൽ പവർ, സ്വാതന്ത്ര്യം. ഇന്നും എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെയും നിങ്ങളുടെ ഇച്ഛാശക്തി സ്വാതന്ത്ര്യമാ. ഏതും തിരഞ്ഞെടുക്കാം. ഇച്ഛാശക്തി സ്വാതന്ത്ര്യമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കണ്ട പിശാച് പ്രലോഭനമയച്ചു മനുഷ്യനെ പാപത്തിൽ വീഴിച്ചപ്പോൾ അവന് മനസ്സിലായി വഴി അടഞ്ഞു, മനുഷ്യൻ ഇരുട്ടിലായി, ആത്മീയമായ ഇരുട്ടിൽ. ആ ഇരുട്ടിൻ്റെ ഫലങ്ങളായി ലോകത്തിൽ പോയി സാത്താൻ സന്തോഷിച്ചു. പക്ഷെങ്കിൽ ലോക സ്ഥാപനത്തിന് മുൻപേ സ്വർഗം തീരുമാനിച്ചു ഒരു വെളിച്ചം അയക്കുവാൻ. ചരിത്രത്തിലേക്ക് നോക്കിയാൽ കർത്താവിൻ്റെ യേശു തമ്പുരാൻ്റെ ജനനത്തിന് 400 വർഷങ്ങൾക്ക് മുൻപ് വരെ കടലിൽ കൂടി സഞ്ചരിക്കുന്നവരുടെ ഒരു പേടി സ്വപ്നമായിരുന്നു രാത്രിയിലത്തെ അപകടം. തുറമുഖമറിയാൻ മേലാതെ പാറയിൽ തട്ടി നിരവധി കപ്പലുകൾ ഛേദം വന്നു, ആളുകൾ മരിച്ചു. BC 400കളിൽ ഈ ദുരന്തം കണ്ടപ്പോൾ, അത് വിശേഷാൽ ഏറ്റവും അധികം ചുഴലിക്കാറ്റ് അന്നും ഇന്നുമുള്ളത് മെഡിറ്ററേനിയൻ കടലിലാണ്. ഈ ദുരന്തം കണ്ട് ധാരാളം നല്ല ആളുകളായ കപ്പൽക്കാർ മരിച്ചു കിടന്നപ്പോൾ ഈജിപ്റ്റ് എന്ന രാജ്യത്തിൽ അലക്സാണ്ട്രിയ പ്രവിശ്യയിൽ ഭരിച്ചിരുന്ന ട്രോളമി എന്ന രാജാവ് ചിന്തിച്ചിട്ടൊരു തീരുമാനമെടുത്തു, ഈ കപ്പൽക്കാരെ രക്ഷിക്കാൻ എന്ത് ചെയ്യാം? വൈദ്യുതി ഇല്ലാത്ത കാലമല്ലേ, എന്താ ചെയ്യുന്നത്? അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. പാറത്തട്ടുകെട്ടുകളും ചുഴിപ്പുകളും ഇല്ലാത്ത സുരക്ഷിതമായ കടൽ പ്രദേശത്തെ അന്നത്തെ കാലത്ത് 40 അടി പൊക്കത്തിൽ വലിയ ഒരു മരത്തൂണ് നാട്ടി അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുക. രാത്രി മുഴുവൻ വൈദ്യുതി ഇല്ലെങ്കിലും മറ്റിന്ധനം ഉപയോഗിച്ച്, എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ചു വെക്കുക. കടൽ കൂടെ പോകുന്ന കപ്പൽക്കാർക്ക് ഈ വിളക്ക് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ അടുക്കാനെങ്കിൽ അപകടമില്ല. അതിന് പറയുന്ന പേരാണ് ലൈറ്റ് ഹൗസ്. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ലൈറ്റ് ഹൗസ്. അങ്ങനെ മനുഷ്യൻ ഇന്ന് നമ്മുടെ കൊച്ചി കേരളത്തിൽ തന്നെ എത്ര ലൈറ്റ് ഹൗസ് ഉണ്ടെന്നറിയാവോ? തീരപ്രദേശങ്ങൾ സഞ്ചരിച്ചാൽ കാണാം. നമ്മുടെ സ്ഥലത്തെ ലൈറ്റ് ഹൗസ് റിവോൾവിംഗ്, കറങ്ങുന്നതാ, വൈദ്യുതി കൊണ്ട്. അങ്ങനെ മനുഷ്യൻ നിർമ്മിച്ചൊരു ലൈറ്റ് ഹൗസ്, വിളക്കുമരം നാട്ടിയെങ്കിൽ ലോക സ്ഥാപനം മുൻപേ പാപമാകുന്ന അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ സ്വർഗം ഒരു വിളക്കുമരം തീരുമാനിച്ചു. ആ വിളക്കുമരമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വായിക്കാം, യോഹന്നാൻ 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതാണ് ഈ വെളിച്ചം? യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെളിച്ചമല്ല, ഞാൻ വെളിച്ചത്തിന്റെ മുന്നോടിയായിട്ട് വന്നിരിക്കുകയാണ്. ആ വെളിച്ചത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. കപ്പൽ യാത്രക്കാർ കടൽ തീരത്തെ പാറയിടുക്കുകളിലും ചുഴലിക്കാറ്റിലും തട്ടി കപ്പലുകൾ തകർന്ന് മരിക്കുന്നത് പോലെ പാപം, നിരാശ, തകർച്ച, സാത്താന്റെ കീഴിൽ അമരുക,
ഇങ്ങനെയുള്ളതായ ദുഃഖങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട് വരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ സ്ഥാപിച്ച വിളക്കുമരമാണ് കർത്താവായ യേശു. അതൊരു മതത്തിൻ്റെതല്ല, ഒരു ജാതിയുടേതല്ല, ഒരു സഭയുടേതല്ല. ആകമാന ലോക മനുഷ്യരുടെ പാപങ്ങളുടെ ഏക പരിഹാരം കർത്താവായ യേശു. കാരണം അവന്റെ രക്തമാണ് അവൻ ഒഴുക്കിയത്. അത് സൗജന്യമാണ്. മരിച്ചിട്ട് ഉയർത്തവൻ ഒരുവൻ മാത്രം, അതാണ് കർത്താവായ യേശു. ആ വെളിച്ചം കണ്ടാൽ സമാധാനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. മറ്റുള്ള ഭാഗ്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യം ക്രിസ്തുവിൻ്റെ വെളിച്ചം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ ഈ വെളിച്ചത്തിലേക്ക് നമുക്ക് വരാം. ഈ അനുഭവമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തത്തിൽ കൂടി പാപക്ഷമ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ വെളിച്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിരാശയുടെ ഇരുട്ടിൽ, കുടുംബ പ്രശ്നങ്ങളുടെ ഇരുട്ടിൽ, തകർച്ചയുടെ ഇരുട്ടിൽ, ആത്മഹത്യയുടെ ചിന്തയുടെ ഇരുട്ടിൽ കഴിയുന്ന, ബിസിനസ് പൊളിഞ്ഞ് നിരാശയിലായിരിക്കുന്ന ഇരുട്ടിൽ കഴിയുന്ന, ഡോക്ടർമാർ പരാജയപ്പെട്ട രോഗവുമായി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വെളിച്ചത്തിലേക്ക് വരാമെങ്കിൽ സൗഖ്യം കിട്ടും. ഈ വെളിച്ചത്തിലേക്ക് വന്നാൽ വിടുതൽ കിട്ടും. ഈ ഇതൊരു കടങ്കഥയല്ല, ഒരു കെട്ടുകഥയല്ല, അനുഭവങ്ങളുടെ കഥയാണിത്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ എന്താണ് കിട്ടുന്നത് നോക്കിക്കേ. നമുക്ക് സൂര്യപ്രകാശം നാളെ രാവിലെ 7 മണിയാകുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നു. നമ്മൾ കൃഷി ചെയ്യുന്നു, വസ്ത്രങ്ങൾ ഉണങ്ങാനിടുന്നു, ഇല്ലേ? പക്ഷേ സൂര്യപ്രകാശത്തിൽ ഒറ്റ പ്രകാശമേ നമുക്ക് പറ്റിയതുള്ളൂ, സൺലൈറ്റ്. ബാക്കിയുള്ളതിൽ അപകടമാണ്. ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, ഗാമാറ്, എക്സ്റേ, 4 എണ്ണം വലിയ അപകടമാണ്. സൂര്യനിൽ നിന്ന് വരുന്നുള്ളതാണ്. ഇൻഫ്രാറെഡ്, ഗാമാറേ, ഇതിലെ വലിയ അപകടമാണ്. അൾട്രാവയലറ്റ്, എക്സ്റേ. ക്യാൻസറിൻ്റെ മുഖ്യ കാരണക്കാരൻ അൾട്രാവയലറ്റാ. അത് 8% അടിച്ചു കഴിഞ്ഞു. അതാണ് ഈ ക്യാൻസർ രോഗി വരികന്നത്. ഒരു സൂര്യപ്രകാശമേ പറ്റിയതുള്ളൂ, ബാക്കി 4 അപകടമുള്ളതാണ്. എന്നാൽ എൻ്റെ കർത്താവിൽ നിന്ന് വരുന്നത് മഴവില്ലിൻ്റെ 7 നിറങ്ങൾ പോലെ അതിമനോഹരമായ 7 പ്രകാശം. ഒന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകം ഒരു സമാധാനം തരും, എന്നാൽ ക്രിസ്തു ഒരു സമാധാനം തരും. ലോകം തരുന്ന സമാധാനം ജോലിയുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സ്ഥാനമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, പുറകിൽ 10 പേരുള്ളപ്പോൾ സമാധാനം. അത് കുറയുമ്പോൾ സമാധാനമില്ല. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാം തകർന്നാലും, മരണത്തെ മുമ്പിൽ കണ്ടാലും ക്രിസ്തു ഉണ്ടോ, ആ സമാധാനം കിട്ടും. ലോകത്തിൽ എവിടെയെങ്കിലും സമാധാനം കിട്ടുമോ? ഒന്നാമത്തെ കിരണം അതാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമാധാനത്തിന് വേറെ ലോകത്തിൽ ഇനി ഒരു മാർഗവുമില്ല. സമാധാനം നമുക്ക് ഒരു രാത്രി കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്ന സംഭവമല്ല. ദൈവദാസന്മാർക്കറിയാം, അവർ പറയുന്നതാ. സമാധാനം ഇല്ലാത്ത ഒരു ലോകത്തിലാണ്. ഒറ്റ സ്ഥലത്തെ ഇന്ന് സമാധാനമുള്ളൂ. ഹോട്ടലുകളിലുണ്ടോ? ഇല്ല. പത്രത്തിൽ കാണാൻ മേലെ. ഭരണത്തലപ്പുകളിലുണ്ടോ? ഇല്ല. യുദ്ധമുഖത്തുണ്ടോ? ഇല്ല. വീടുകളിലുണ്ടോ സമാധാനം? ഇല്ല. ഒറ്റ സ്ഥലത്ത് മാത്രം ദൈവത്തെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ദൈവമക്കൾ കൂടുന്നിടത്ത് മാത്രമേ, യഥാർത്ഥത്തിൽ കൂടുന്നിടത്ത് മാത്രമേ സമാധാനമുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ കിരണമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 2, ക്രിസ്തുവിൻ്റെ ആശ്വാസം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. ഐ വിൽ കംഫോർട്ട് യു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നില്ലേ? ഇല്ലേ? ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കത്തില്ലേ? സഹോദരങ്ങൾ തമ്മിലും കൂട്ടുകാർ തമ്മിലുമൊക്കെ ആശ്വസിപ്പിക്കത്തില്ലേ? പക്ഷെ എത്രത്തോളം? മാതാപിതാക്കളാണല്ലോ, ഞാനും അപ്പനും വല്യപ്പനും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുമല്ലേ? അമ്മമാർ പറ, കുഞ്ഞിന് പനിയാ, സാരമില്ല മോളെ, അമ്മച്ചി അത് ചെയ്യാം, ഇത് ചെയ്യാം. പിറ്റേ ദിവസം പറഞ്ഞു പനിയാ, തലവേദനയാ. 3-ാം പക്കം ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിക്കും. ആശ്വാസം തീർന്നു. അങ്ങനല്ലേ? ലോകത്തിൽ ആശ്വാസം തരുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. എൻ്റെ കർത്താവിൻ്റെ ആശ്വാസത്തിന് ലിമിറ്റേഷൻ ഇല്ല.
ഏത് തകർന്നവനെയും, ലോകം തള്ളിയവനെ, സമൂഹം തള്ളിയവനെ, സർക്കാർ തള്ളിയവനെ, ആശുപത്രി തള്ളിയവനെ ആശ്വസിപ്പിക്കുവാൻ, ബാങ്കുകാർ തള്ളിക്കളഞ്ഞവനെ ആശ്വസിപ്പിക്കുവാൻ ഒരാളെ ഉള്ളൂ. ബാങ്കുകാർ തള്ളിയവരെ സമൂഹം എടുക്കത്തില്ല. കടം പിടിച്ചവനെ സമൂഹത്തിന് വേണ്ട. സൗന്ദര്യമില്ലാത്തവനെ ഇന്നത്തെ ലോകത്തിന് വേണ്ട. വിദ്യാഭ്യാസമില്ലാത്തവരെ വേണ്ട. നല്ല വീടില്ലാത്തവനെ വേണ്ട. വാഹനമില്ലാത്തവനെ വേണ്ട. ഇതൊന്നുമില്ലെങ്കിലും ആശ്വാസത്തിന്റെ കരണമടിച്ച് ആശ്വസിപ്പിക്കുന്ന കർത്താവ്. എത്ര മനോഹരമാണ്! മൂന്നാമത്തെ നാലാമത്തെ കിരണം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം. 2 കിരണങ്ങൾ ഒന്നിച്ചു വരികയാണ്. വായിക്കാം. യോഹന്നാൻ 10:28. നിങ്ങൾ എടുത്തവരാരെങ്കിലും വായിക്കുക. ദേവദാസൻ തന്നെ. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ഒരു നാളും നശിക്കത്തില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. 2 കിരണങ്ങളാ. ശാന്തമായിട്ട് ശ്രദ്ധിക്കണം. യേശുവിൻ്റെ വെളിച്ചം സകലർക്കും ബാധകമാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. തിന്മ അകറ്റണം, പാപം അകറ്റണം. പാപമാകുന്ന ചെളി മാറ്റിക്കഴിഞ്ഞാൽ അതിനും ഡിറ്റർജന്റ് കർത്താവാ തരുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ വസ്ത്രങ്ങൾ കഴുകാൻ എത്ര വെറൈറ്റി ഉണ്ടല്ലേ. സോപ്പ് പൊടി, ലിക്വിഡ് സോപ്പ് എല്ലാം കളകാൻ. പാപക്കറ മാറ്റാൻ ലോകത്തിൽ ആരെങ്കിലും ഒരു ലിക്വിഡ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? പാപത്തിന്റെ കറ മാറ്റാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ ലിക്വിഡേ ലോകത്തിലുള്ളൂ. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അങ്ങനെ പ്രാപിച്ചവർക്ക് സമാധാനം 1. 2 ആശ്വാസം. 3 കണ്ടോ? ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കും. ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. 1 നിത്യജീവൻ. 4 സുരക്ഷിതത്വം. 2 പ്രധാനമന്ത്രിമാരെ സംരക്ഷിക്കാൻ സാധിക്കാതെ പോയ രാജ്യമാണ് ഇന്ത്യ. 2 പ്രഗത്ഭന്മാരായ പ്രസിഡന്റുമാരെ സംരക്ഷിക്കാൻ സാധിക്കാതെ പോയ രാജ്യമാണ് അമേരിക്ക. ലോകത്തിൻ്റെ മുമ്പിലൊക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്കറിയാം. പ്രഗത്ഭന്മാരായ ജോൺ എഫ് കെന്നഡി, എബ്രഹാം ലിങ്കൻ, അവർക്ക് സുരക്ഷ കൊടുക്കുന്ന മൊത്തത്തിൽ അമേരിക്കയിൽ 5 പ്രസിഡന്റുമാർ വധിക്കപ്പെട്ട് 2 പേര് പ്രഗത്ഭരാ. നമ്മുടെ രാജ്യത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി പ്രഗത്ഭന്മാരായ പ്രധാനമന്ത്രിമാർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിച്ചോ? ഇല്ല. ലോകത്തിൽ ആർക്കും സംരക്ഷണം തരാൻ സാധിക്കത്തില്ല. സംരക്ഷണത്തിനൊരു പരിമിതിയുണ്ട്. എൻ്റെ കർത്താവ് പറഞ്ഞു കേട്ടോ, ഒരു ശത്രുവും ഒരു ശക്തിയും എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കത്തില്ല. കാരണം ഞാൻ നല്ല ഇടയനാണ്, ഞാൻ ശക്തനായ ഇടയനാണ്, ഞാൻ ഏക ഇടയനാണ്, ഞാൻ ബലമുള്ള ഇടയനാണ്. എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കത്തില്ല. ആരെങ്കിലും സ്വയമേ ഇറങ്ങി പോകുന്നതല്ലാതെ ക്രിസ്തുവിന്റെ കയ്യിൽ വന്ന ഒറ്റ വ്യക്തിയെ തൊടാൻ സാത്താൻ സാധിക്കത്തില്ല. കാരണം ക്രിസ്തു ദൈവം, സാത്താൻ പിശാച്. 5-ാമത്തെ കിരണം. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരം! പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും ആ നല്ല ഇടയൻ. പച്ചയായ ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ചയായ പുൽപ്പുറങ്ങൾ. ലോകത്തിൽ ഏത് മേഖലയിൽ നിങ്ങൾ നോക്കിക്കേ, എന്നും പച്ച ആർക്കും ഇല്ല. എന്നാൽ ആത്മീയത്തിൽ അങ്ങനല്ല. പച്ചയായ പുൽപ്പുറം, സ്വച്ഛജലം. 6-ാമത്തത്, എൻ്റെ കൃപ നിനക്ക് മതി. ആ പ്രകാശമാണ്. 2 കൊരിന്ത്യർ 12:9 നമുക്ക് കാണാപ്പാടമല്ലേ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. കർത്താവിൻ്റെ കൃപയാകുന്ന പ്രകാശം. ആ പ്രകാശം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. നമ്മുടെ അനുഭവം അതല്ലേ. അനുഭവം ഉള്ളവരെന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിക്കാവോ? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ തോമസ് മാമന് 85 വയസ്സുണ്ടറിയാമോ? സാധാരണക്കാരെല്ലാം വയസ്സ് പറയത്തില്ല. എനിക്ക് വയസ്സ് പറയുന്ന ഒരു അഭിമാനമാണ്. 85കാരനാണ് ഞാൻ. കോട്ടയത്ത് നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ച് ബസ്സിൽ പോകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയല്ലേ നമുക്കുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ സ്ഥാനത്തായത് ദൈവത്തിൻ്റെ കൃപയല്ലേ. നമുക്ക് കിട്ടിയതല്ല, ദൈവത്തിൻ്റെ കൃപയല്ലേ. എന്താ അർഹിക്കാത്ത അനുഗ്രഹം? സ്വർഗത്തിലെ പരിഗണന, ക്രിസ്തുവിൻ്റെ ദാനം, ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് 6-ാമത്തത്. 7-ാമത്തത്, ഏറ്റവും പരമഭാഗ്യം. യോഹന്നാന്റെ സുവിശേഷം 11:25. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ലോകം എന്താ പറയുന്നറിയാവോ? ഇന്ന് ഞാൻ നാളെ നീ. ദൈവമക്കൾക്ക് അങ്ങനെ ഒരു വാക്കില്ല. ക്രിസ്തുവിൽ ജനിച്ചവനാണെങ്കിൽ, ക്രിസ്തുവിൽ ജീവിച്ചാൽ, ക്രിസ്തുവിൽ മരിച്ചാൽ മരണമല്ല, പ്രമോഷനാണ്. സ്തോത്രം. അധ്യാപകനെ പ്രിൻസിപ്പളാക്കുന്നത് പോലെ, ജോലിക്ക് പ്രമോഷൻ കിട്ടുന്നത് പോലെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മരിക്കുക എന്ന് പറഞ്ഞാൽ മരണമെന്ന് പറയുന്നത് തീർന്നു പോയതാ, പ്രമോഷനാ. എങ്ങോട്ടാ? മൂന്നാം സ്വർഗമാകുന്ന ദൈവസിംഹാസനത്തിൻ്റെ അടുത്തേക്ക് തേജസ്സിൻ്റെ ശരീരവുമായി, തേജസ്സിൻ്റെ ഭാഷയുമായി, വസ്ത്രം കഴിച്ച് മെനക്കെടാതെ, ഭക്ഷണം കഴിക്കാൻ ആവശ്യമില്ലാതെ, ദുഃഖങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഇല്ലാത്ത അതിമനോഹരമായ ഒരു സ്ഥലത്ത്, ഈ ലോകത്തിലെ ഒരു എയർ കണ്ടീഷൻ റൂമിൽ കയറുമ്പോൾ എന്നാ സുഖമാണ് നമുക്കല്ലേ? ഒരു AC റൂമിലോട്ട് കയറുമ്പോൾ എന്തൊരു കംഫോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗീയ AC ഒന്ന് നോക്കിക്കേ. ക്ഷീണമില്ല, രോഗമില്ല, കഷ്ടമില്ല, ഭാരമില്ല, വൈദ്യം വേണ്ട, ഡോക്ടർ വേണ്ട, വയറ്റ് വേദനയില്ല, ഡയബറ്റിക് ഇല്ല, പൈൽസ് ഇല്ല, BP ഇല്ല. തേജസ്സിൻ്റെ ശരീരവുമായി ക്രിസ്തുവിനോടൊപ്പം പഴയ നിയമ ഭക്തന്മാരും നമ്മളെ വിട്ട് മുൻപോട്ട് പോയ പ്രിയമുള്ളവരുമായിട്ട് ഉള്ള വാസം ഇതാണ്. മരണത്തെ സ്വാഗതം ചെയ്യുന്നവരാരാണ്? ഒറ്റ കൂട്ടര് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൽ പഴയ മനുഷ്യൻ മരിച്ചവർക്ക് മാത്രമേ ശരീരത്തിന്റെ മരണത്തെ വെല്ലുവിളിക്കാനൊക്കത്തുള്ളൂ. അവർ പറയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രധാനമായിട്ടുള്ള 7 വെളിച്ചം. എന്നാൽ നമ്മുടെ വിഷയം, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. ഇപ്പോൾ പുനലൂർ രാത്രിയായി. എങ്ങനെയാണ്? നമ്മൾ പറയും സൂര്യൻ അസ്തമിച്ചെന്ന്. അത് നമ്മുടെ ഭാഷയാണ്, സൺ റൈസ് ആൻഡ് സൺസെറ്റ്. വാസ്തവത്തിൽ ആ സൂര്യൻ എങ്ങും പോയിട്ടില്ല. നമ്മുടെ ഭാഗം സൂര്യന് പ്രതിമുഖമായി. നാളെ രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ നേരം വെളുത്തു പ്രകാശം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഗം സൂര്യനെ അഭിമുഖമാകും. ക്രിസ്തുവിൻ്റെ വെളിച്ചം ഈ ലോകത്തിലേക്ക് എപ്പോൾ വരെ വരണമെന്ന് സ്വർഗത്തിലൊരു പദ്ധതിയുണ്ട്. ഈ നല്ല പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഓഡിറ്റോറിയം, നല്ല ഒന്നാം തരം ലൈറ്റുകൾ, നല്ല LED ലൈറ്റുകൾ, പ്രകാശമുള്ള ലൈറ്റ് കൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്നു. 9-9:15 കഴിയുമ്പോൾ, നമ്മുടെ മീറ്റിംഗ് കഴിയുമ്പോൾ ഓഫാക്കുമ്പോൾ കൂരിരുട്ട്. ഇതുപോലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം സൗജന്യമായി എല്ലാവർക്കും അനുഭവിക്കത്തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് എന്തുവരെ വരണമെന്നൊരു തീരുമാനമുണ്ട്. ആ സമയം ഇതാ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകം ആകുന്ന വാഹനം ഒരു ട്രെയിനിനോട് സങ്കല്പിച്ചേ. പുനലൂർ പണ്ട് മുതലേ ട്രെയിനുള്ള സ്ഥലമാണ്. ഞാൻ എൻ്റെ കോട്ടയക്കാരനാണ്. ഞാൻ ആദ്യം ട്രെയിൻ കാണാൻ വന്നത് പുനലൂരാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ പുനലൂർ ട്രെയിൻ ഉണ്ടെന്ന് കേട്ട് എൻ്റെ അമ്മാച്ചനോട് അടുത്തൊരിടത്തുണ്ട്. അമ്മാച്ചൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, ഇവിടെ വരാമെങ്കിൽ ട്രെയിൻ കാണിക്കാം. അങ്ങനെ കോട്ടയത്ത് നിന്ന് ഞാൻ വളരെയധികം യാത്ര ചെയ്ത് ഇവിടെ വന്നാണ്. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ, അതായത് ഇന്നത്തെ 6ാം സ്റ്റാൻഡേർഡ് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നാണ് ട്രെയിൻ കണ്ടത്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊരു 200 മീറ്റർ അപ്പുറത്തോട്, 200 അടി അപ്പുറത്തോടെ ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പോൾ. അന്ന് ഞാൻ ഇവിടെ വന്നു. എങ്കിൽ ഈ ലോകം ഒരു ട്രെയിൻ യാത്രയാണ് എല്ലാവർക്കും. നമ്മളെല്ലാം ഇറങ്ങണ്ടേ? കേരളത്തിൻ്റെ മനസ്സാക്ഷിയിൽ നിന്ന് മാറിപ്പോകാത്തൊരു ട്രെയിൻ അപകടമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാം. 1988 ജൂലൈ ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരിക്ക് പോയ ഐലൻഡ് എക്സ്പ്രസ് പകൽ 11:15 കോട്ടയം വിട്ടു. 12:30 ആയപ്പോൾ കായംകുളത്ത് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് 2 സുഹൃത്തുക്കൾ, ഉറ്റ കൂട്ടുകാർ കൊല്ലത്തേക്ക് ടിക്കറ്റ് എടുത്തു. അടുത്തടുത്ത സീറ്റ്, അടുത്തടുത്ത ബർത്ത് കൊല്ലത്തിന്. കായംകുളമായപ്പോൾ ഒരാൾ പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, എടാ എൻ്റെ അങ്കിൾ ഇവിടെ അടുത്ത് കായംകുളത്തുണ്ട്, ഞാൻ ഇറങ്ങി അങ്കിളിനെ കണ്ടേച്ചേ വരുന്നുള്ളൂ, തിരിച്ചിങ്ങോട്ട് വരണ്ടല്ലോ. അപ്പോൾ കൂട്ടുകാരൻ, എടാ നിനക്ക് പിന്നെ വരാം, നമുക്ക് പോവാവിടെ, കൊല്ലം വരെ ടിക്കറ്റ് ഇല്ലേ? ഓ സാരമില്ല, ഞാൻ ഇറങ്ങുക, അടുത്ത ബസ്സിനോ ട്രെയിനിനോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇറങ്ങി കായംകുളത്ത് ഇറങ്ങി ഇദ്ദേഹം അങ്കിളിനെ കാണാൻ പോയി. 3 കിലോമീറ്റർ അപ്പുറത്ത്. ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ കഴിഞ്ഞപ്പോൾ കേട്ട ദുരന്തം. താൻ പോയ ബോഗി ഉണ്ടായിരുന്ന ട്രെയിൻ പെരുമൺ ദുരന്തത്തിൽ തകർന്ന് 105 പേർ മരിച്ചു. തന്നോടൊപ്പം യാത്ര ചെയ്ത തൻ്റെ കൂട്ടുകാരൻ കൊല്ലത്ത് അടുത്ത് പെരുമണ്ണായപ്പോൾ ഇറങ്ങാൻ തയ്യാറായി ഷൂ ലേസ് ചെയ്യുകയാണ്, സീറ്റിലിരുന്നുകൊണ്ട്. അന്നേരമാണിത് ഈ അപകടം. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എടുക്കുമ്പോൾ കൈ രണ്ടും ഷൂസേലാണ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇറങ്ങാൻ 2 പേർ ഒന്നിച്ച് യാത്ര ചെയ്തു. ഒരാൾ ഇറങ്ങിയത് കായംകുളത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ്.
കായംകുളം കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് കൊല്ലത്ത്. അതിന് മുമ്പ് സ്റ്റോപ്പില്ല. കായംകുളത്തിറങ്ങി കൂട്ടുകാരൻ പോയി. എങ്കിൽ ലോകത്തിൻ്റെ മനസാക്ഷിയെ, മലയാളിയുടെ മനസാക്ഷിയെ ദുഃഖിപ്പിച്ച സംഭവമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു. ഈ ലോകമാകുന്ന തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ അപകടം വരാൻ പോകുന്നു. ആ അപകടത്തിൻ്റെ പേരാണ് പൈശാചിക ഭരണം, സത്താന്യ ഭരണം. ദൈവദാസന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹോപദ്രവ കാലം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. അതിന് തൊട്ട് മുമ്പ് ഒരൊറ്റ സ്റ്റോപ്പേ ഉള്ളൂ. ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നവർക്ക് ഇതിന് പറ്റത്തില്ല. ആ സ്റ്റോപ്പിൻ്റെ പേരാണ് റാപ്ചർ, കർത്താവിൻ്റെ വരവേ. കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞ റാപ്പ് സ്റ്റോപ്പ് തൊട്ടടുത്ത് വന്നു. എൻ്റെ നിങ്ങളുടെ തലമുറയിലാണ്. തെളിയിക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ഈ തലമുറ എൻ്റെ ഭാഷയെ പറഞ്ഞ ശവപ്പെട്ടി വേണ്ടാത്തവരെ ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ. കാരണം ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം മൂന്നാം ലോകമഹായുദ്ധമല്ല. അതൊക്കെ നടക്കും. എന്നാൽ ഹിമാലയം ഒടിഞ്ഞ് ഇന്ത്യയുടെ മേൽ വീഴും. അത് സംഭവിക്കും. അറ്റ്ലാന്റിക് സമുദ്രം ആഫ്രിക്കയുടെ ഭാഗങ്ങളെ ഒപ്പിയെടുക്കും. പസഫിക് സമുദ്രം ഒപ്പിയെടുക്കും. ന്യൂയോർക്കും ലണ്ടനും വെള്ളത്തിനടിയിൽ പോകും. ഇതൊക്കെ സംഭവിക്കുമെങ്കിലും ആദ്യം നടക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിച്ച ദൈവമക്കളെ സ്വർഗത്തിലേക്ക് എടുക്കും. എന്താ ഒരു പരിധിക്കപ്പുറം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നയാൾ കമ്പ്യൂട്ടറെ വാച്ച് ചെയ്യുന്ന പോലെ കർത്താവിൻ്റെ സഭയാകുന്ന ഒരു പ്രത്യേക സഭയല്ല ഞാൻ പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി വീണ്ടെടുക്കപ്പെട്ടവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം സാത്താൻ്റെ ആധിപത്യം മുഴുകി വരുന്ന ലോകമാണ്. 1 യോഹന്നാൻ 5:19 പറയുന്നു, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് വചനപ്രകാരം, ഞാനൊരു ഡിനോമിനേഷൻ അല്ല, യേശുവിൻ്റെ രക്തത്തിൽ കൂടി വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് കർത്താവിനറിയാം. എന്താ ക്രൈസ്തവ സഭയുടെ പ്രത്യേകത? വചനപ്രകാരമുള്ള ക്രൈസ്തവർക്ക് ജീവിതത്തിൻ്റെ പ്രമാണം തിരുവചനത്തിൽ കൂടി തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ജീവിക്കാനല്ല, ജീവിത പ്രമാണം തിരുവചനത്തിൽ കൂടി വ്യക്തമായി തന്നിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ലോകരാജ്യങ്ങൾ നിയമങ്ങൾ പാസ്സാക്കിയാൽ വചനപ്രകാരം നിൽക്കുന്നയാളിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ കർത്താവ് പിന്നെ ഇവിടെ നിർത്തത്തില്ല. അരകറ്റം വെള്ളമാണേ കുഴപ്പമില്ല, നെഞ്ചളവ് വെള്ളമാണേ കുഴപ്പമില്ല, കഴുത്തറ്റം വെള്ളം വന്നാൽ നമ്മുടെ കാലുറക്കത്തില്ല. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ മേലാത്ത സ്ഥിതി വന്നാൽ തമ്പുരാൻ കണ്ണടച്ചിരിക്കത്തില്ല. എന്താ 6-7 പ്രമാണം ക്രൈസ്തവർക്ക്? എങ്ങനെ വിവാഹം കഴിക്കണം, ആരാരെ വിവാഹം കഴിക്കണം, വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആധുനിക ലോകരാജ്യങ്ങൾ എന്ന് പറയുന്നു ആർക്കും ആരെയും വിവാഹം കഴിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കണമോ? ആർക്കും ആരെയും വിവാഹം കഴിക്കാം. അത് അനുവദിക്കുന്ന 24ാമത്തെ രാജ്യമായി ഇന്ത്യ. വിവാഹം ആർക്കും ആരെയും വിവാഹം കഴിക്കാം. അതിന് ലിംഗഭേദമില്ല. ആർക്കും ആരെയും കല്യാണം കഴിക്കാം. ക്രൈസ്തവ സഭയുടെ മുമ്പിൽ ലോകത്തിൽ നിയമം വന്നോ എങ്കിൽ സ്വർഗം നോക്കുന്നു. തീർന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഐ ഹേറ്റ് ഡിവോഴ്സ്. മാലാഖി 2:16 യേശു തമ്പുരാൻ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇന്നെന്താ നടക്കുന്നത്? വചനത്തിന് വിരുദ്ധമായോ? ഗർഭധാരണം, പ്രസവം, ഒരു സ്ത്രീക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന അനുഗ്രഹം, അവകാശം, ഗർഭധാരണം, പ്രസവം. ആധുനികതയുടെ പരിവേഷത്തിൽ ഗർഭം ധരിക്കുന്നില്ല എന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത് കണ്ടോ പുതിയ തലമുറ? അതോടൊപ്പം ശാസ്ത്രം പറയുന്നു, നീ വേദനപ്പെട്ട് പ്രസവിക്കണ്ട, നിന്റെ ശരീരം ക്ഷീണിപ്പിക്കണ്ട, നിനക്ക് പ്രസവ വേദന വേണ്ട. സ്ത്രീയുടെ പദവിയാണ് പ്രസവ വേദന. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നീ വേദന നോക്കിക്കേ. നമ്മൾ കഴിക്കുന്ന ചിക്കൻ, ആയിരക്കണക്കിന് ചിക്കൻ, ബ്രോയിലർ ചിക്കൻ ഇൻക്യുബേറ്ററിൽ വളർത്തുന്ന പോലെ കമ്പ്യൂട്ടറിൽ മനുഷ്യ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന കാലം വരാൻ പോകുന്നു. വന്നു കഴിഞ്ഞു. ബയോണിക് ടെക്നോളജി. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബീജങ്ങളെടുത്തൊരു കമ്പ്യൂട്ടറിനകത്ത് കണക്കിയിട്ട് അതിനകത്തിട്ട് വളർത്തുക. ഇവൾ ഗർഭം ധരിക്കണ്ട, അതിനകത്തിട്ട് വളർത്താം. ഹോസ്പിറ്റലിലും വേണ്ട, വീട്ടിൽ അങ്ങേ മുറിയിൽ ചെറിയൊരു ഫിഷ് ടാങ്ക്, ഇങ്ങേ മുറി കുഞ്ഞിനെ വളർത്തുന്ന കമ്പ്യൂട്ടറെ. ജോലിക്ക് പോകുമ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നുണ്ട് 2 പേർക്കും മൊബൈലിൽ കാണാം കുഞ്ഞു വളരുന്നത്. ബയോണിക് ടെക്നോളജി. തമ്പുരാൻ പറഞ്ഞത് അങ്ങനെയല്ല, നീ വേദനയോടെ പ്രസവിക്കണം. അത് മാറ്റിയോ? സിസ്റ്റം എവിടെ നിൽക്കുന്നു? വിവാഹം വേണ്ട. തീർന്നില്ല. ക്രൈസ്തവ ധർമ്മം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും ഒരു പുരുഷനും സഹോദരങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ച് രാപാർക്കുന്നത്, ഒന്നിച്ച് വീട്ടിൽ പാർക്കുന്ന പാപം.
പക്ഷെ ആധുനിക ലോകം പറഞ്ഞു നോ, അത് പാപമല്ല. ഒരോമനപ്പേര് ലിവ് ടുഗദർ. ഒന്നിച്ച് താമസിക്കാം. ആർക്കും ഒരു വിവാഹവും കഴിക്കണ്ട, ഒന്നിച്ച് താമസിക്കാം. പേരാണ് ലിവ് ടുഗദർ. പേര് പങ്കാളി. ഭാര്യയല്ല, ഭർത്താവല്ല, പങ്കാളി എന്ന് പറഞ്ഞാൽ പൊല്ലൂന്ന് കിട്ടി കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി ഇളമ്പലിൽ ഇട്ടേച്ച് പോകാവുന്നു. ലോകത്തിൽ നടക്കുന്നുണ്ടോ? ക്രൈസ്തവ ധർമ്മത്തിനെതിരാണോ ഇതെല്ലാം? വിവാഹം നോക്കിക്കേ, ഗർഭധാരണം, പ്രസവം, ആർക്കുമാരെയും വിവാഹം കഴിക്കാം, വിവാഹം കൂടാതെ താമസിക്കാം. ഇനി മക്കളെ ശിക്ഷിച്ച് വളർത്തണം, ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ തലമുറകളെ അടിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. എവിടെ ഇരിക്കുന്നു? വേദപുസ്തകം പഠിപ്പിക്കുന്നു. മാതാപിതാക്കളെ മക്കളെ സംരക്ഷിക്കണം. ഇന്ന് ഇത് വല്ലതും ഉണ്ടോ? കാലം മാറിയോ? അർത്ഥം എന്താണ്? വചനപ്രകാരമുള്ള ക്രൈസ്തവർക്ക് പിടിച്ചു നിൽക്കാൻ മേലാത്ത സ്ഥിതി വരുമ്പോൾ, ലോകരാജ്യങ്ങൾ നിയമമാക്കുമ്പോൾ, സ്വർഗീയ ഗവൺമെന്റ് തങ്ങളുടെ സ്വർഗത്തിലെ രജിസ്റ്ററിൽ പേരുള്ള സ്വർഗീയ പൗരത്വമുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ മേലാത്ത സ്ഥിതി വരുമ്പോൾ സ്വർഗങ്ങളിലേക്ക് എടുക്കും. അതിന്റെ പേരാണ് കർത്താവിന്റെ വരവ്. അത് നമ്മുടെ തലമുറയിലാണ്. അതിനുള്ള മുഴുവൻ തെളിവുകളും ശാസ്ത്രം പറയുന്നു, ബൈബിള് പറയുന്നത് മുഴുവൻ കറക്റ്റായി. ഞാൻ ഏതാനും കാര്യങ്ങൾ മാത്രം പറയാം. ലോകം രണ്ട് ഭാഗത്തേക്ക് പോകുന്നു, രണ്ട് സ്ഥിതിയിലേക്ക് വരുന്നു. ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചവർ രൂപാന്തരപ്പെടും. ആ പ്രത്യാശയുള്ളവരുണ്ടെങ്കിലൊന്ന് കരങ്ങളെ ഒരു സ്തുതിച്ചേ. ഇല്ലാത്തവരുണ്ട്, അവർ കേട്ടുകൊള്ളുക എന്താ ഈ പറയുന്നത്. അവശേഷിക്കുന്ന ലോകം ഒരു ഡബിളിക് വേൾഡ് ആവും, സത്താന്യ ലോകം. ഒരുവൻ ഭരിക്കും. 2000 വർഷം മുമ്പ് തിരുവചനം 2600 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ, ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും, പിശാചേ. ഞാൻ പൊതുവെ പിശാചെന്ന് പറഞ്ഞതേ ഉള്ളൂ. സാത്താൻ ഒരു 3 മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച്, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ എന്ന പേരിൽ 3 മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ലോകത്തെ ഭരിക്കും. നമ്പർ 1 സാത്താൻ ഒരു കർത്താവിൻ്റെ വരവിന് ശേഷം ഒരു നല്ല എക്കണോമിസ്റ്റിൽ, ഒരു സാമ്പത്തിക വിദഗ്ധനിൽ പ്രവേശിച്ച് ലോകത്തിലെ ജനതകളെയും സമ്പദ്ഘടനയെ നിയന്ത്രിക്കും. 2 എതിർ ക്രിസ്തു യെരുസലേമിൽ ഓഫീസിട്ട് കൈവിടപ്പെട്ടു പോകുന്ന യഹൂദനെ നിയന്ത്രിക്കും. 3 കള്ളപ്രവാചകൻ, അവൻ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയെ നിയന്ത്രിക്കും. ഇങ്ങനെ 3 ശക്തികൾ വരുമ്പോൾ ഈ ലോകം, പൈശാചിക ലോകം, അവന് വേണ്ടി നോക്കിക്കോണം സംഭവിക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ട് നടത്തിയത് വിജയിച്ചു. ഈ ഗായക സംഘക്കാർ കുഞ്ഞുങ്ങൾ പാടി, അവർ നേരത്തെ റിഹേഴ്സൽ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളുകളിലോ ക്ലാസ്സുകളിലോ ബൈബിൾ സ്കൂളിലോ സൺഡേ സ്കൂളിലോ സ്കിറ്റ് എടുക്കുമല്ലോ, അതിനുമ്പ് റിഹേഴ്സലില്ലേ ആക്ട് ചെയ്ത് നോക്ക്. ശരിയാണോ? എല്ലാ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വിവാഹത്തെക്കാൾ പ്രധാനമാണ് വിവാഹത്തിൻ്റെ റിഹേഴ്സൽ, ഇല്ലേ? തോമസ് ഭാഷ കണ്ടിട്ടുണ്ടോ? മണവാളനും മണവാട്ടിയും കല്യാണം കഴിക്കുന്ന സെയിം ഡ്രസ്സിൽ അതേ തോഴിമാരുമായി അതേ കല്യാണം കഴിക്കുന്ന സ്ഥലത്തെ തലേ ദിവസം മാർച്ച് ചെയ്യണം. റിഹേഴ്സൽ. ലോകത്തിലൊരു റിഹേഴ്സൽ നടത്തി, വിജയിച്ചു. സാമ്പിൾ വെടിക്കെട്ട്. 30 രൂപ വിലയുള്ള സോപ്പിൻ്റെ കൊമളയെ അതിജീവിക്കാൻ മേലാത്ത വൈറസ് കൊറോണ 19 ഇല്ലേ, സകലരെ നിയന്ത്രിച്ചോ? ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേട്ടോണം. എന്താ കാരണം? 6500 ഭാഷയുണ്ട് പ്രധാനമായി ഈ ലോകത്തിൽ, മലയാളം ഉൾപ്പെടെ. 2 ലക്ഷം സംസ്കാരമുണ്ട്, കൾച്ചർ. സാമ്പത്തികമായി 4 വിധത്തിലുള്ളവരുണ്ട്: ദരിദ്രർ, സാധാരണക്കാർ, സമ്പന്നർ, അതിസമ്പന്നർ. വിദ്യാഭ്യാസം ഇല്ലാത്തവർ, ഉള്ളവർ, ഉന്നത വിദ്യാഭ്യാസം. നോക്കിക്കേ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, ഭരണകർത്താക്കൾ, പൊതുപ്രവർത്തകർ, ലോകത്തിൽ സകല ആളുകളെയും ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നു. എന്തിന്? ആ കൊടക്കീഴിനകത്ത് നമ്മളും വന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. 800 കോടി ജനമുണ്ട് ഈ ലോകത്തിൽ, 198 രാജ്യങ്ങളിൽ. ഒരു വെടി പൊട്ടിക്കാതെ, ഒരാളെ അറസ്റ്റ് ചെയ്യാതെ, ഓട്ടോമാറ്റിക്കായിട്ട് ഒറ്റ കൊടക്കീഴിൽ. എന്തിനു നിർത്തി? എന്താണ് ഈ കൊട? ഏത് കൊട? യാത്ര. കഴിഞ്ഞ 30 വർഷത്തെ ജീവിതത്തിൽ ലോകത്തിൽ മനുഷ്യനുണ്ടായ ഏറ്റവും വലിയ പ്രധാനം യാത്ര, ഹരം. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, അനാവശ്യത്തിന്, ജോലിക്ക്, പ്രഷർ ട്രിപ്പ്, വിനോദയാത്ര, 5 യാത്ര. ആവശ്യത്തിന്, അനാവശ്യത്തിന് യാത്ര. എവിടെ പോവുക? ചുമ്മാ കവല വരെ പോവുക, അത് അനാവശ്യ യാത്ര.
ആവശ്യത്തിന്, അനാവശ്യത്തിന്, അത്യാവശ്യത്തിന്, ജോലിക്ക്, വിനോദം, 5 കാര്യങ്ങൾക്ക് യാത്ര. കംപ്ലീറ്റ് തീർന്നോ? ഈ പുനലൂർ കൊട്ടാരക്കര ഹൈവേ വിജനമായോ? റെയിൽവേ പാളത്തിൽ കാക്കകളല്ലേ വന്ന് തമ്പടിച്ചത്? ഏതെങ്കിലും ട്രെയിൻ ഓടിയോ? ലോകം മുഴുവൻ കാണണം. ലോകത്തിലെ ഏറ്റവും ബിസി എയർപോർട്ട് അറ്റ്ലാന്റയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 2000 ഫ്ലൈറ്റാണ് പൊങ്ങുന്നത്. അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ പോലും പൊങ്ങിയില്ല. കംപ്ലീറ്റ് ശൂന്യം. ലോകത്തിലെ മുഴുവൻ എയർപോർട്ടുകൾ ശൂന്യം. വഴികളിൽ ആളില്ല. സകല യാത്രയും മുടങ്ങിയോ? ബൈസൈക്കിളിൽ പോലും ആളുകൾ പോകാൻ മടിച്ചോ? യാത്ര മുടങ്ങി. 2, മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഒന്നാമത്തെ അടയാളം ഗെറ്റ് ടുഗദർ, ഒത്തുചേരൽ. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ ഒത്തുചേർന്ന് ഒരു വിരുന്ന്, ഒരു ഭക്ഷണം, ഒരു നേരം പോക്ക്. തീർന്നോ? 3, ആഘോഷങ്ങൾ. എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ, വാർഷികങ്ങൾ മുഴുവൻ തീർന്നോ? 2000 പേരെ കൊണ്ട് നടത്തിയ വിവാഹം നടത്തിയ കേരളത്തിൽ 25 പേരെ വെച്ച് വിവാഹം നടത്തിയോ? മുഴുവൻ ഒത്തുചേരലും തീർന്നോ? മുഴുവൻ ആഘോഷങ്ങളും തീർന്നോ? യാത്ര മുടങ്ങിയോ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഓരോരുത്തർ അനുഭവത്തിൽ പറഞ്ഞേ, അതിഥികൾ വീട്ടിൽ വരുമെന്ന് കേട്ടാൽ ദേഷ്യം വന്നില്ലേ? നമ്മളേതെങ്കിലും വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെട്ടോ? ആരെങ്കിലും വീട്ടിൽ വരുമെന്ന് വിളിച്ചു പറഞ്ഞാൽ അയ്യോ ഇപ്പം വരാൻ കണ്ട നേരം. ഇന്ന് അങ്ങനെ പറയാതെ ഒറ്റ അമ്മാമ ഇവിടെ കാണത്തില്ല, ഒറ്റ അച്ചായം കാണത്തില്ല, ഇല്ലേ? ഒരു വെറുപ്പ് മറ്റുള്ളവരെ കാണാൻ. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒരു വെറുപ്പ്. ഏതെങ്കിലും വീട്ടിൽ നമ്മൾ പോയോ? ഇല്ല. അടുത്തത് 5, കേട്ടാ മനോഹരം, അതിൻ്റെ ആഴമായ പിടിവള്ളി. എവിടെയാ മോനെ ജോലി? എവിടെയാ മോളെ? വർക്ക് ഓൺ ഹോം. വീട്ടിൽ. കേട്ടാ ചോന്നു എൻ്റെ കുഞ്ഞ് വീട്ടിലാണ്. അവൻ്റെ ബുദ്ധിയും ശരീരവും വലിച്ചൂറ്റുക. കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്നത് പോലെ ലോകത്തിൽ 8 മണിക്കൂർ ജോലി പറഞ്ഞിടത്ത് വർക്ക് ഓൺ ഹോം. രാവിലെ 6 മണിക്ക് കയറിയാൽ രാത്രി 9:30-10 വരെ ബുദ്ധി ഊറ്റും, ശരീരവും ഊറ്റും, അസ്ഥി ഊറ്റി ഒരുമാതിരി വട്ട് കേസായിട്ട് കിടക്കയിലേക്ക് വീഴും. ശ്രദ്ധിച്ചോ? അങ്ങനെ ഇപ്പോഴും വർക്ക് ഓൺ ഹോം ഇതിനകത്തിരിപ്പുണ്ട്. എനിക്കറിയാം, എല്ലായിടത്തും ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മോള് വർക്ക് ഓൺ ഹോമാ, ചിക്കാഗോ. ഞാൻ പറഞ്ഞു നിന്നെ ഊറ്റുക. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒറ്റ ചങ്ങല വന്നതാ. അന്ന് എന്തോ വലിയ പട്ടിണി വരാൻ പോകുന്നു, ക്ഷാമം വരാൻ പോകുന്നു എന്നും പറഞ്ഞ് മേടിച്ച് വെച്ചാൽ ചെറുപയർ ഇപ്പോഴും ഇരിപ്പില്ലേ അമ്മാമ വീട്ടിൽ? ഇല്ലേ? ഒടുവിൽ ഞാൻ പറയട്ടെ, സകല മതങ്ങളുടെയും ആരാധന തീർന്നോ? ഒറ്റ മതത്തിൻ്റെ ആരാധനാലയം തുറന്നോ? ഇത് മുഴുവൻ അനുഭവിച്ചില്ലേ ലോകം? എന്താ? വെളിപ്പാട് പുസ്തകം 13:7 നിവർത്തിക്കുന്നതിൻ്റെ സാമ്പിൾ വെടികെട്ട. വെളിപ്പാട് പുസ്തകം 13:7 ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13:7 വേഗം വായിക്കാം. യെസ്, താങ്ക് യു മോൾ. അടുത്ത വാക്യം. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചു. ആർക്കാ? വെളിപ്പാട് 13:1 ഒന്ന് വായിച്ചേ മോളെ. വെളിപ്പാട് 13:1. ആരായി പുള്ളി? 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു മൃഗം. സത്താൻ, എതിർ ക്രിസ്തു. 7 നോക്കിക്കേ, 10 കൊമ്പ്, 7 തല, 10 രാജമുടി. അത് ഞാൻ പുറകെ പറയാം സമയമുണ്ടെങ്കിൽ. അവൻ എങ്ങനെ ഭരിക്കും? 7-ാം വാക്യം. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. മലയാളിയായാലും സായിപ്പായാലും ജപ്പാൻകാരനായാലും ചൈനക്കാരനായാലും ആഫ്രിക്കക്കാരനായാലും ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെ മേലും അവൻ അധികാരം ചെലുത്താൻ ഈസിയായിട്ട് സാധിക്കുമെന്ന് ഈ ഒരൊറ്റ വൈറസിൽ തെളിഞ്ഞോ? മനുഷ്യനെ നിയന്ത്രിക്കാം, വീട്ടിൽ ഒതുക്കാം, കടയിൽ പോകാതെ ഒതുക്കാം, സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരാം, അതിഥികളായിട്ട് പോകാതെ ഒതുക്കാം, ആരാധനയില്ലാതെ ഒതുക്കാം, പള്ളിയിൽ പോകാതെ ആരാധനാലയങ്ങളിൽ പോകാതെ അവനെ ഒതുക്കാം, പരസ്പരം കാണാതെ ഒതുക്കാം. അങ്ങനെ മനുഷ്യനെ തടവിലിടാമെന്ന് തെളിയിച്ചൊരു ലോകമാണെങ്കിൽ ഞാനും നിങ്ങളും അത് അനുഭവിച്ചെങ്കിൽ ഞാൻ 2 വാക്ക് പറയാം. ഈ സിസ്റ്റം ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഒരു സമയമുണ്ട്.
പ്രീ എക്സാം പ്രിപ്പയറിംഗ് ടൈം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എക്സാമിനേഷൻ മുമ്പ് ഒരാഴ്ച അവധി കൊടുക്കും പഠിച്ചോളാൻ. അതിന് പറയുന്ന പ്രീ എക്സാമിനേഷൻ ടൈം അല്ലേ? ഇതുപോലെ ലോകത്തിലെ സാധാരണക്കാർക്കിത് പ്രീ ട്രിബുലേഷണൽ ട്രെയിനിങ്ങാണ്. മഹോപദ്രവം സാത്താൻ ഭരിക്കുന്നതിന് മുൻപേ, അവൻ്റെ കൈക്കീഴിൽ ചെല്ലുന്നതിന് മുമ്പേ ഒരു ട്രെയിനിങ്. ബുദ്ധിയോടെ ചിന്തിച്ചാൽ മനസ്സിലാകും. ബുദ്ധിയോടെ ചിന്തിക്കണം. ഒരു ഒറ്റ വൈറസ് 30 രൂപയുടെ വിലയുള്ള സോപ്പിനെ അതിജീവിക്കാൻ മേലാത്ത സാധനമാണ്. അതിൻ്റെ പേരിൽ മനുഷ്യനെ മുഴുവൻ ഒറ്റ ചങ്ങലക്കിട്ടെങ്കിൽ ഇന്നത്തെ ലോകത്തെ മുഴുവൻ ഒരുത്തൻ നിയന്ത്രിക്കും. അതിനാണ് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുക. ഒരുത്തൻ്റെ കീഴിൽ പഞ്ചപുച്ഛമടക്കി ഇന്ന് പരിഭവം പറയാതെ, പരാതി പറയാതെ. ഇന്ന് ഇത് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അല്ലേ? റോഡിൽ ഒരു ചപ്പ് കിടന്നാൽ നമുക്ക് പരാതി വിളിച്ച് പറയാം. ടീച്ചർ വരാൻ താമസിച്ചാൽ പരാതി പറയാം, ബസ് താമസിച്ചാൽ പരാതി പറയാം, ശമ്പളം താമസിച്ചാൽ പരാതി പറയാം, പത്രത്തിൽ കൊടുക്കാം, രാഷ്ട്രീയക്കാരോട് കൊടുക്കാം, അവരിടപെടും. എന്നാൽ വെറും അടിമകളെ പോലെ ഒരു പരിഭവമില്ലാതെ നോക്കിക്കേ, ഭാര്യ മരിച്ചിട്ട് ശവശരീരം കാണാത്ത ഭർത്താക്കന്മാരില്ലേ? പരിഭവമുണ്ടോ? പരാതിയുണ്ടോ? ഭർത്താവിന് മരിച്ചിട്ട് ശവശരീരം കാണാത്ത ഭാര്യയില്ലേ? പരിഭവമുണ്ടോ? പരാതിയുണ്ടോ? ദുഃഖം വിതുമ്പി അടക്കിയില്ലേ? സ്വന്തം അമ്മയുടെ ശവശരീരം കാണാൻ അനുവദിക്കാതെ കോട്ടയത്തെ മക്കൾ ചെന്നിട്ട് പോലും സമ്മതിക്കാതെ നീല പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു കെട്ടി കരിച്ചു കളഞ്ഞു. ഒരു ദുഃഖവുമില്ല, ആരോടും പരിഭവമില്ല, പരാതിയില്ല. എങ്കിൽ സകല ഗോത്രത്തിന്മേലും സകല വംശത്തിന്മേലും സകല ജാതിന്മേലും അവൻ അടച്ചു ഭരിക്കുന്നതിന്റെ തെളിവല്ലേ ഇത് പ്രീ ട്രിബുലേഷണൽ ട്രെയിനിങ്? ദൈവമക്കൾക്കോ ഇത് ഒരുങ്ങാനുള്ളൊരു സമയമാണ്. ഒരു മണവാട്ടിയെ ഫൈനൽ ടച്ച് ചെയ്യുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹത്തിന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ പള്ളിയിലോ ഓഡിറ്റോറിയത്തിലോ ദേവാലയത്തിലോ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒടുവിൽ അവളുടെ ഡ്രസ്സെല്ലാം ഒന്ന് ശരിയാക്കി, മുടിയെല്ലാം ഒന്ന് ഭംഗിയാക്കി അവളെ എക്സിബിറ്റ് ചെയ്യുന്നത് പോലെ ദൈവമക്കൾക്ക് സമയം കിട്ടിയാൽ ഞാൻ പറയാം 4 കാര്യത്തിൽ ഒരുങ്ങേണ്ടത് അതിനുള്ള സമയമാണ്. ലോകത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ, എന്താ ഇന്ന് ഇതേ സിസ്റ്റത്തിൽ മറ്റൊരു കാര്യം പറയാം. 10 കൊമ്പും 7 തലയും കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് വരാൻ. ഒന്നുകൂടെ വായിച്ചേ, വെളിപ്പാട് 13:1. വെളിപ്പാട് 13:1. ആ വേദപുസ്തകം അറിയാവുന്നവർക്കും ചരിത്രം അറിയാവുന്നവർക്കും വ്യക്തമായിട്ടറിയാം, 4ാം മൃഗമാകുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് മുളയ്ക്കും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം എന്ന് പറയുന്നത് പുരാതന ലോക ചരിത്രമാണ്. അത് ക്രൈസ്തവർക്ക് മാത്രമാണ് പ്രവചന ഗ്രന്ഥം. അതിൻ്റെ കണ്ടൻസ് ലോകത്തിലെ സകല രാജ്യങ്ങളിലുള്ള ജനങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അത് ആൻഷ്യൻ വേൾഡ് ഹിസ്റ്ററി. അവിടെ 4 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവമക്കൾക്ക് സാധാരണക്കാർക്ക് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. 1 സിംഹം, 2 കരടി, 3 പുള്ളിപ്പുലി, 4 ഘോരമൃഗം. 2600 വർഷങ്ങളുമുള്ള ഭരണമാണ്. 1 സിംഹം. ലോകത്തിൽ ആദ്യം പല രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ചക്രവർത്തി എന്ന പേര് കിട്ടിയ ബാബിലോൺ ചക്രവർത്തി നെബൂഖദ്നേസർ. അവിടെ വിശദീകരണം അറിയാമല്ലോ. അഹങ്കരിച്ചപ്പോൾ ഒരു രോഗം വന്നു, കാളയെപ്പോലെ പുല്ല് തിന്നു. അഹങ്കരിച്ചപ്പോൾ ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിൽ നിർമ്മിച്ച ബാബിലോണല്ലയോ എന്ന് അഹങ്കരിച്ചപ്പോൾ അതിനു മുമ്പ് ദൈവദാസൻ മുന്നറിയിപ്പ് കൊടുത്ത് അഹങ്കരിക്കരുതേ. എന്നെ കേൾക്കുന്നവരെ, അല്പം ധനത്തിൽ അഹങ്കരിക്കരുതേ, അല്പ സ്ഥാനമാനത്തിൽ അഹങ്കരിക്കരുതേ, അല്പം പ്രശസ്തിയിൽ അഹങ്കരിക്കരുതേ, അല്പ സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുതേ. ഇതെല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്. അഹങ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന് വന്ന രോഗമാണ് ലൈക്കൻട്രോഫി, മാനസിക രോഗം. ആധുനിക വൈദ്യശാസ്ത്രം അത് കണ്ടുപിടിച്ചു. മെന്റൽ ഡിസീസ് ലൈക്കൻട്രോഫി. പ്രവചനം നിറവേറി. 2 കരടി, 1 പാർശ്വം ഉയർത്തി, വായിൽ 3 വാരിയല്ലേ. രണ്ടാമത് നെബൂഖദ്നേസറിന്റെ രാജ്യത്തെ പിടിച്ചെടുത്ത മേദ്യരും പേർഷ്യൻ ഭരണകൂടം ഒരു കാലുയർത്തി നിൽക്കുന്നു. അവരാണ് ഭരിച്ചത്. 3 വാരിയല്ലേ. അവർ 3 രാജ്യം പിടിച്ചെടുത്തു. ലിബിയ, ഈജിപ്റ്റ്, ബാബിലോൺ. 3 പുള്ളിപ്പുലി, 4 തല. ആ വാക്യം ഒന്ന് വായിച്ചേ, പുള്ളിപ്പുലിയുടെ വാക്യം ഒന്ന് വായിച്ചേ. ഈ പ്രവചനത്തിന്റെ ശക്തി കൂടെ സാധാരണക്കാരൊന്ന് മനസ്സിലാക്കണം. ഇത് സംഭവിക്കുന്നതിന് 400 വർഷം മുമ്പ് എഴുതിയതാ. പുള്ളിപ്പുലിയുടെ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. അടുത്ത വാക്യം.
അതിന് 4 തലയുണ്ടായിരുന്നു, 4 ചിറകുണ്ടായിരുന്നു. 23-ാമത്തെ വയസ്സിൽ രോഗം കിട്ടി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഗ്രീസ്, അതിലെ രാജാവ് ഫിലിപ്പ്, അദ്ദേഹത്തിൻ്റെ മകൻ അലക്സാണ്ടർ. കുട്ടികളൊക്കെ ചരിത്രത്തിൽ പഠിക്കുന്നതാ. മോഹം ലോകം വെട്ടിപ്പിടിക്കണം. അദ്ദേഹം ലോകം വെട്ടിപ്പിടിച്ചു. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക മുഴുവൻ പിടിച്ചെടുത്തു. ഇന്ത്യയിൽ മാത്രം വന്നു. ചരിത്രം പറയുന്നു, ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ അന്നത്തെ ഇന്ത്യ, ഇന്നത്തെ പാകിസ്ഥാനിൽ ശക്തമായ ഒരു ഇന്ത്യൻ സൈന്യം ഉണ്ടായിരുന്നു, മെഗിദോ ആർമി. ഈ പട്ടാളത്തെ കണ്ട് അലക്സാണ്ടർ പുറകോട്ട് പോയി. നോക്കിക്കേ, അതിന് 4 ചിറക്, ലോകത്തിന്റെ 4 ഭാഗത്തേക്ക് പടയോട്ടം. നോക്കിക്കേ, വക്തമ 4 തല, തലയ്ക്കാധിപത്യം ലഭിച്ചു. 29-ാമത്തെ വയസ്സിൽ അധികാരമെല്ലാം കിട്ടി, ലോകം മുഴുവൻ കയ്യിലായപ്പോൾ അഹങ്കരിച്ച് മദ്യപിച്ച് ഒരു രാത്രി മുഴുവൻ കൊട്ടാരത്തിൽ മദ്യപിച്ച്, ഒരു പകൽ കൊട്ടാരത്തിലെ കുളത്തിൽ കുളിച്ച്, ഇറങ്ങാൻ പറഞ്ഞിട്ട് കയറിയില്ല, കുളിച്ച് സന്ധ്യയായപ്പോൾ ന്യൂമോണിയ, ഒറ്റ രാത്രി ആൾ മരിച്ചു. 4 തല, തലയ്ക്ക് ആധിപത്യം. മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കളില്ല, ഭാര്യ പ്രഗ്നന്റ്. എന്തു ചെയ്യും? ഈ ബൃഹത്തായ രാജ്യം ആര് ഭരിക്കും? പേർഷ്യ മുതലെങ്ങനെ കിടക്കുക. അന്ന് രാത്രിയിൽ അവിടെ കൗൺസിൽ കൂടി. അദ്ദേഹത്തിൻ്റെ 4 സേനാനായകന്മാർ, 4 ക്യാപ്റ്റൻസ് രാജ്യം വീതിച്ചെടുത്തു. 4 തല, അതിന് ആധിപത്യം. പടിഞ്ഞാറൻ ഭാഗം സീനിയർ ക്യാപ്റ്റൻ ലെസിമക്കീസ് എടുത്തു, വചനം നിർത്തിച്ചു. കാതലായ ഭാഗം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ഗ്രീസ്, അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവ് ക്യാപ്റ്റൻ കസാൻഡർ എടുത്തു. ഈജിപ്റ്റ് ട്രോളമി എടുത്തു. സിറിയ സെലൂക്കസ് എടുത്തു. വചനം നിറവേറി. അടുത്തത് ഘോരമൃഗം. അത് പറയാനാ. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് തകർത്തര ഒരു സാമ്രാജ്യം. നമുക്കറിയാം, റോമൻ സാമ്രാജ്യം. റോമൻ സഭയല്ല, റോമൻ സാമ്രാജ്യം. അന്ന് റോമൻ സഭയൊന്നും നിലവിലില്ല. കുറ്റവാളികളെ ഹീനമായി നിഷ്കരണം തകർക്കുക, ജീവനോടെ തൊലി പൊളിക്കുക. കുറ്റവാളികളെ, ക്രിസ്ത്യാനികളെ, രാജാക്കന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വൈദ്യുതി ഇല്ലല്ലോ. കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ക്രിസ്ത്യാനികളായ ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരങ്ങളെ 30 അടി അകലത്തിൽ നിർത്തി തലയിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് ആ വിളക്കിൽ ഡാൻസ് ചെയ്തവർ റോമൻ ചക്രവർത്തിമാർ. ഇന്ന് നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് ഇറ്റലിയിൽ ചെന്നാൽ കാണാം ഒരു ഭൂഗർഭ തിയേറ്ററെ, കൊലോസിയം. അവിടെയാണ് സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തത്. കുറ്റവാളികളെ, ക്രൈസ്തവരെ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തത് അവിടെയാണ്. ഇരുമ്പ് കൂട്ടിൽ സിംഹത്തെ ഇട്ടിട്ട് എറിഞ്ഞു കൊടുത്തു. അതിന് ദർശനത്തിൽ കണ്ട ദൈവദാസൻ എഴുതി, ഘോരമൃഗം തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടി. നോക്കിക്കേ, അടുത്ത വാക്യം വായിച്ച കുഞ്ഞെ, 7-ാം വാക്യം. ആ ആ ആ അടുത്ത വാക്യം. ആ 2600 വർഷം മുമ്പ് എഴുതിയ ആ പ്രവചനം നിറവേറിയ രാത്രിയിലാണ് പുനലൂരി യോഗം. നോക്കിക്കേ, 2600 വർഷം മുമ്പ് എഴുതിയ പ്രവചനം നിറവേറിയ രാത്രിയിലാണ് ഇവിടെ ഈ ലോർഡ്സ് ഫെലോഷിപ്പ് ദൈവമക്കൾ ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന ഞാനും നിങ്ങളും. 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ 10 കൊമ്പ്? അതിൻ്റെ തലയിൽ, ഏതാ? റോമൻ സാമ്രാജ്യത്തിൻ്റെ തലയിൽ 10 കൊമ്പ്. ഇത് അന്ത്യകാലത്ത് ഇത് വരണം. സമയമില്ല നമുക്ക് വിശദീകരിക്കാൻ. വെളിപ്പാട് പുസ്തകത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട് 10 കൊമ്പ്. 17-ാം അധ്യായത്തിൽ ഈ കൊമ്പ് കാണാം. 12-ാം അധ്യായത്തിൽ ഈ കൊമ്പ് കാണാം. 17-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം കാണാം. ഈ 3 പ്രാവശ്യം കൊമ്പ് പറയുന്നു. എന്താണ് ഈ കൊമ്പെന്ന് കേട്ടുകൊള്ളുക. 10 കൊമ്പുണ്ടായിരുന്നു. 1953 വചനം പഠിച്ചാൽ കാണാം, അന്ത്യകാലം ആരംഭിക്കുന്നത്, യഥാർത്ഥ അന്ത്യകാലം ആരംഭിക്കുന്നത് 1897-ലാണ് അന്ത്യകാലം. കാരണം അന്നാണ് ഇസ്രായേലാകുന്ന അത്തി തളർക്കുന്നതിൻ്റെ ആദ്യത്തെ ഭാഗമായി അവർ സിയോനിസ്റ്റ് സംഘടന ഉണ്ടാക്കി. 1. 2, അന്നാണ് 1897-ലാണ് ലോകത്തിൽ ആദ്യം വൈറസ് വരുന്നത്. കർത്താവ് പറഞ്ഞു മഹാവ്യാധികൾ ഉണ്ടാകും. 897-ൽ പുകയിലെ ചെടിയിലാണ് വൈറസ് കണ്ടുപിടിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് 948-ൽ ഇസ്രായേൽ രാജ്യമായി അന്ത്യകാലം ആരംഭിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വരവെടുത്തു. 10 കൊമ്പുകൾ വരണം. 953-ൽ യൂറോപ്പിലെ 2 രാജ്യങ്ങൾ 75 വർഷം തമ്മിലടിച്ചു, ജർമ്മനി, ഫ്രാൻസ്. അതോടൊപ്പം 2 ലോകമഹായുദ്ധം. അവർ തകർന്നപ്പോഴാണ് ചിന്ത വന്നു, ഇനി നമ്മൾ അടിച്ചാൽ തീരും. അങ്ങനെ അവർ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേര് ഞാൻ പറയാം, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി, ESCC. ഇരുമ്പും കരിയും നമുക്ക് വിൽക്കാം.
973 വന്നപ്പോൾ, നമ്മുടെ തലമുറയിൽ വന്നപ്പോൾ യൂറോപ്പിലെ അടുത്ത 10 രാജ്യങ്ങളോട് ചേർന്ന് ഞങ്ങളിൽ ചേരാം. അങ്ങനെ ഇന്ന് ലോകത്തിൽ നിൽക്കുന്ന, നിങ്ങൾ നാളത്തെ പേപ്പർ നോക്കിയോ കാണാം, യൂറോ എന്താണ്? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, EEC എന്താണ്? 12 രാജ്യങ്ങളുടെ അംഗത്വം, വചനത്തിൻ്റെ ഭദ്രത, വചനത്തിൻ്റെ കൃത്യത, വചനത്തിൻ്റെ മൂർച്ച കെട്ടുകൊള്ളുക. ആരാണ് ഈ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങൾ? ഇന്ന് 30 രാജ്യങ്ങൾക്ക് അംഗത്വം ഉണ്ടെങ്കിലും അതിൻ്റെ ട്രസ്റ്റിമാർ 12 പേരേ ഉള്ളൂ. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ലോകത്തിലെ ശക്തന്മാരാരുമില്ല, ചുക്ക് ചേരാത്ത കഷായമില്ല, അമേരിക്കയില്ലാത്ത ഒരു പരിപാടിയില്ല. ഇതിനകത്ത് അവനെ 5 അയലോകത്ത് അടുപ്പിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ടെക്നോളജി അറിയാവുന്ന ജപ്പാനില്ല. സാധനങ്ങൾ ഏറ്റവും ഡൗൺ വിലയ്ക്ക് നൽകുന്ന ചൈനയില്ല. സമ്പദ്ഘടന തകർന്നത് വചന നിവൃത്തിയാ, എനിക്കത് എടുക്കാൻ നേരമില്ല. എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന അറബി രാജ്യങ്ങളിലെ ഷെയ്ഖുമാർ ഇതിനകത്തില്ല. യൂറോപ്പിൽ തന്നെ നോക്കിക്കേ, സ്വിറ്റ്സർലൻഡില്ല, സ്വീഡനില്ല. ലോകത്തിലെ ഏറ്റവും സംസ്കാരമുള്ള രാജ്യമേതാ? ഒറ്റ രാജ്യമേ ഉള്ളൂ സംസ്കാരമുള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ പേരാണ് ഭാരതം. ഒരു ഭാരതീയനായി ജനിച്ചതിൽ സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എന്താണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ലക്ഷണം? 2 ലക്ഷണം പറയാം. 2 ലക്ഷണം. ഇവിടെ 3 മതങ്ങളുണ്ട്: ഹൈന്ദവ മതം, ഇസ്ലാം മതം, ക്രിസ്തു മതം. പ്രധാനമായി ഈ 3 മതങ്ങളുടെ ആരുടെയും കോമൺ ആവശ്യങ്ങൾ, വിവാഹം, ശവസംസ്കാരം, മറ്റുള്ള കാര്യങ്ങൾ ഈ 3 മതക്കാരും ചേരുന്നില്ലേ? ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, സമ്മാനം കൊടുക്കുന്നു, മേടിക്കുന്നു, ഇല്ലേ? ഞാൻ നിരവധി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെ എങ്ങും ഈ പരിപാടിയില്ല. അവരവരുടെ ആളുകളല്ലാതെ ഒറ്റ ഒരെണ്ണം എടുക്കത്തില്ല. നമുക്ക് മാത്രം ഇത്രയും സംസ്കാരം. 2, ഇത്രയും ഫാമിലി ഓറിയൻറ്റേഷൻ, കുടുംബ മഹിമ വെച്ച് പുലർത്തുന്ന ഒറ്റ രാജ്യമില്ല. ഭാര്യാഭർത്തൃബന്ധം ഇന്നും തകരാതെ സൂക്ഷിക്കുന്ന രാജ്യം, അപ്പനും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം സൂക്ഷിക്കുന്ന രാജ്യം. മറ്റു രാജ്യങ്ങളിലെയൊക്കെ തൊലിയൊക്കെ വെളുത്താണല്ലോ, അകം കറുത്തതാ. നമ്മുടെ അകത്ത് പുറത്ത് നിറവില്ലെന്നേ ഉള്ളൂ, അകത്തുണ്ടറിയാവോ? അമ്മയെ കാണാൻ ഒടുങ്ങി വരുന്ന ശവം ആയി കിടക്കുമ്പോൾ ഒരു പൂവായിട്ട് അമ്മയെ കണ്ടേച്ച് പോകുന്ന രാജ്യം. നമ്മളങ്ങനെയാണോ? അമ്മയായാലും അപ്പനായാലും കിടപ്പായാലും സംരക്ഷിക്കുന്നില്ലേ? ഈ ഭാരതമില്ല. 12 രാജ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. എന്തിനാണെന്ന് കേട്ടോണം, പേര് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവവചനത്തിൻ്റെ ആഴമാ. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച. സംസ്കാരം, ഭാഷ, വസ്ത്രധാരണം, ശവസംസ്കാരം, കുക്കിംഗ്, വീട് നിർമ്മാണം എല്ലാം പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച. എത്ര കറക്റ്റാ! 12 രാജ്യം ഞാൻ പറഞ്ഞില്ലേ? എന്നാൽ ബെൽജിയവും ജർമ്മനിയും ഒന്നായിട്ടറിയും, ESCC. അപ്പോൾ 11. പക്ഷെ വചനം പറയുന്ന ഒരു 10 പേരാകണം, എങ്കിലേ എതിർ ക്രിസ്തു വരത്തുള്ളൂ. ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ വേഗം വായിച്ചേ. ദാനിയേൽ 7:7 വായിച്ചേ. ദാനിയേൽ 7:7 വേഗം വായിക്കാം. 10 മിനിറ്റ് എടുക്കാവോ? അടുത്ത വാക്യം. ഇനി അടുത്ത വാക്യം. നല്ല വാഹനങ്ങളുടെ ശബ്ദമില്ല, വേറെ ഒരു ബഹളവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നിൽക്കുന്നത് പ്രവചനം നിവർത്തിച്ച രാത്രിയാണെന്ന് ഓർത്തുകൊള്ളുക. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അടുത്ത വാക്യം. അടുത്ത വാക്യം. ഈ 10 കൊമ്പുകൾക്കിടയിൽ ഒരു കുഞ്ഞു കൊമ്പ് വന്നപ്പോൾ 3 കൊമ്പ് ഒടിഞ്ഞു പോയെന്നല്ല, 3 കൊമ്പുകൾ താഴെ പോയി. 24-ാമത്തെ വാക്യത്തിൽ അത് ഭാഷാന്തരം ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ കൊമ്പുകൾ? വായിക്കാം. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അങ്ങനെ 10 രാജാക്കന്മാർ എഴുന്നേറ്റാൽ അതിൻ്റെ ശേഷം ഒരുത്തൻ വരും, അവനാണ് എതിർ ക്രിസ്തു, അവനാണ് പിശാച്. അടുത്ത വാക്യം. ലോകത്തിൽ ഇന്ന് 3 ഭരണക്രമങ്ങളുണ്ട്. ജനാധിപത്യം 98%. ചില രാജ്യങ്ങളിൽ ഏകാധിപത്യം, കൊറിയ പോലെ. ചില രാജ്യങ്ങളിൽ രാജഭരണം.
ഇത് മൂന്നും മാറിയിട്ട് സർവാധിപത്യം എടുക്കുമെന്നു പറഞ്ഞെങ്കിൽ ഈ 10 കൊമ്പുകൾ റെഡി. ഇനി 10 കൊമ്പുകൾ ഞാൻ പറഞ്ഞല്ലോ, ബെൽജിയവും ജർമ്മനിയും തത്വത്തിൽ ഒന്നായപ്പോൾ 11. കഴിഞ്ഞ വർഷം ലോകത്തെ ഇളക്കി മറിച്ച കാരണമില്ലേ? മലയാളികളായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് UK ഇത്രയും ഓപ്പണിങ് വന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് UK പോകുന്നില്ലേ? എന്താ കാര്യമെന്നറിയാമോ? കാരണം ഈ കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പുറകോട്ട് പോയി. ബ്രിട്ടക്സ് എന്ന് പറയും, യൂറോപ്യൻ യൂണിയനെ വിട്ടവർ. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും UK പോയവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തോട്ട് പോകുക എന്ന് പറഞ്ഞു പോയത് കൊണ്ടാണ് അവിടെ വേക്കൻസി. അത് വേഗം ഇപ്പോൾ നിറയും. അപ്പോൾ നോക്കിക്കേ, 10 രാജ്യങ്ങൾ. ബ്രിട്ടൻ മാറിയപ്പോൾ 10 രാജ്യം. അങ്ങനെയാണെങ്കിൽ ഇനി നടക്കേണ്ടത് പിശാച് വരണമെങ്കിൽ ക്രിസ്തുവിന്റെ കാന്തയായ തെരഞ്ഞെടുക്കപ്പെട്ട സഭ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടണം. പരിശുദ്ധാത്മാവെ ദൈവമക്കളെ ഒരുക്കുമ്പോൾ സാത്താൻ അവന്റെ ഭരണത്തിന് വേണ്ടി ലോകത്തെ ക്രമീകരിക്കുന്നു. വളരെ വിദഗ്ധമായി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനാൽ നമ്മളും അതിൻ്റെ നടുവിലാണ്. 800 കോടി ജനങ്ങൾ. അല്പസാവകാശത്തിൽ കേട്ടുകൊള്ളുക. ശാസ്ത്രം ഒറ്റ ചങ്ങലയിൽ എല്ലാവരെയും ബന്ധിച്ചു. മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒറ്റ ചങ്ങല. ആ ചങ്ങലയുടെ കണ്ണികളല്ല ചങ്ങലയ്ക്കകത്ത് നമ്മളെ എല്ലാം കുരുക്കി. ആ ചങ്ങലയുടെ പേരാണ് ഇൻ്റർനെറ്റ്. അറിയാമല്ലോ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നമ്മൾ ഉപയോഗിച്ചേ തീരൂ. സിസ്റ്റം ഏത് കാര്യങ്ങൾക്കും ഇപ്പോൾ ഇൻ്റർനെറ്റ് അല്ലേ മനുഷ്യൻ്റെ ബുദ്ധിയുടെ സിസ്റ്റമാണ്. ആ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഫോണിൽ വിളിക്കുന്നതും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതും ട്രെയിനിൻ്റെ സമയം നോക്കുന്നതും എല്ലാം ഇൻ്റർനെറ്റ്. എന്താ? നമ്മളെ ആകർഷിക്കുകയാണ്. സ്വാഭാവികമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാ. നിങ്ങൾ പോലുള്ളവരാ. ഞാൻ കോട്ടയത്താ. നമുക്കിവിടെ ജീവിച്ചേ തീരൂ. ഉടനെ നമ്മൾ ഇൻ്റർനെറ്റ് നോക്കും. എന്ത് സാധനം എവിടെ? ഞാൻ ഇങ്ങോട്ട് പോരാൻ വണ്ടി ഒത്തിരി ലേറ്റായി. ഞാൻ ഉടനെ ബസ്സിലെടുത്ത് ഇൻ്റർനെറ്റ് നോക്കി. അടൂർ ഇറങ്ങണോ പുനലൂർ കൊട്ടാരക്കര ഇറങ്ങണോ? അടൂർ നോക്കിയപ്പോൾ പറഞ്ഞു അവിടുന്ന് 57 മിനിറ്റ് ഉണ്ട് പുനലൂർ വരാൻ. കൊട്ടാരക്കര നോക്കിയപ്പോൾ 18 മിനിറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായമാണ്. ഒരു കുഴപ്പമില്ല ഇല്ലേ? ഇൻ്റർനെറ്റ് എത്ര ഗുണമാണ്. പഴയ കാലത്തെ ഈ പുനലൂരിരിക്കുന്ന ഒരു അവറാച്ചൻ്റെ മകൻ അമേരിക്കയിലുണ്ട്. അവറാച്ചന് ആദ്യം എൻ്റെ മോൻ എന്തോ ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു അന്ന്. ഇന്നത്തെ അവറാച്ചൻ രാവിലെ എഴുന്നേറ്റ് സൂത്രത്തെ ഞെക്കി കഴിയുമ്പം മോനെ നോക്കി ചോദിക്കും, എടാ കുഞ്ഞുകൂട്ടി ഇന്ന് നീ ഷേവ് ചെയ്തില്ലടാ. എന്താ? ശരിയാണോ? ഇൻ്റർനെറ്റിൻ്റെ ഗുണമാണ്. ഞാൻ അമേരിക്കയിലെ ഒക്കലോഹോമയിൽ ഒരു വീട്ടിൽ എൻ്റെ ഡാളസിൽ താമസിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. ഒക്കലോഹോമയിൽ അദ്ദേഹത്തിൻ്റെ വീട് മല്ലപ്പള്ളിക്കടുത്ത് മുണ്ടിയപ്പള്ളിയിലാണ്. അവിടെ അദ്ദേഹം കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നയാളാണ്. ജോസ് എന്ന പേര്. എന്നെ കാണാൻ വന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മകൻ്റെ വീട്ടിൽ. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തുകൊണ്ട് മാറിപ്പോയി. പകൽ 10 മണി. ഞാൻ ഓർത്ത് അദ്ദേഹം കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നയാളാണ്. ആരെങ്കിലും ജോലിക്കാർ വിളിച്ചായിരിക്കും. പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നിച്ചു, സാറേ വേറൊന്നുമല്ല, അങ്ങനെ മുണ്ടിയപ്പള്ളിയിൽ അവിടെ പകൽ 10, ഇവിടെ രാത്രി 11:30 എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ ഏതാണ്ട് പോകുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ അപ്പുറത്തെ ചാക്കോച്ചാട്ടൻ്റെ പശു കയറ് പൊട്ടിച്ച് വരിക. ഏതാ? പുള്ളിയുടെ ഡാളസ് ഇരുന്ന് കാണുക. ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? കേൾക്കാൻ നല്ല സുഖമല്ലേ? ഇതൊക്കെ അനുഭവില്ലേ കൊച്ചികൾ? പഴയ കാലത്ത് കാലം മാറിയല്ല, ഞാൻ പറഞ്ഞില്ല. പഴയ കാലത്ത് അപ്പച്ചനും അമ്മച്ചിയും രാവിലെ എഴുന്നേറ്റ ഒറ്റക്കെട്ടിലിരുന്നുകൊണ്ട് അതിരാവിലെ തിരുസ അല്ലേ? ഇന്ന് അപ്പച്ചനും അമ്മച്ചി 2 കെട്ടിലെ 2 തിരിഞ്ഞ് മാന്തുക. ഏതല്ല ഇതല്ലേ എന്നൊക്കെ ഉണ്ട്, ഏതെല്ലാം വന്നു. പിന്നെ ചെറുപ്പക്കാരുടെ കാര്യം പറയണ്ടല്ലോ, അവർ വേറെ വിധത്തിൽ ഇല്ലേ? കാലം മാറി. ഇൻ്റർനെറ്റിനെ നമ്മളെല്ലാം സ്നേഹിക്കുന്നു, നല്ലതേ. പക്ഷെങ്കിൽ മുമ്പേ പറഞ്ഞ 10 രാജമുടി, 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടി. രാജമുടി എന്ന് പറഞ്ഞ ക്രൗൺ, അലങ്കാരം. ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് കൊണ്ടുപോകുമ്പോൾ ഏത് രാജ്യത്തിലും ആ പെൺകുട്ടിയുടെ തലയിൽ വെക്കുന്ന സാധനത്തിൻ്റെ പേരാണ് രാജമുടി. എന്തിനു വെക്കുന്നു? വിവാഹത്തിന് രാജമുടിയും വെച്ച് പോയ പെൺകുട്ടികളിലെ വിവാഹിതരായവരെല്ലാം എന്തിനാണെന്നറിയാമോ? രാജമുടി. പടിഞ്ഞാറൻ രാജ്യങ്ങൾ തുടങ്ങിയ സംസ്കാരമാണ്. ആ വിവാഹത്തിന് ധാരാളം പെൺകുട്ടികൾ കാണും. അന്നത്തെ മണവാട്ടിയേക്കാൾ സുന്ദരി കാണും. പക്ഷെ അന്നത്തെ പെൺകുട്ടി സുന്ദരി ഇവളാണെന്ന് അറിയിക്കാനാണ്. അതിനാണ് ഈ തലയിൽ വെക്കുന്നത് രാജമുടി. സാത്താന് 10 രാജമുടി. അതിൽ 5 രാജമുടി വർക്കൗട്ടാകണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. അതുമാത്രം പറഞ്ഞാൽ നിർത്താം. ഒന്നാമത്തെ രാജമുടിയാണ് 13:7. സകല ഗോത്രത്തിന്മേലും ജാതിമേലും
വംശത്തിന്മേലും ഭാഷമേലും അവന് അധികാരം. ലോകത്തിൻ്റെ ഒരു പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഈ ലോകത്തിലെ 198 രാജ്യങ്ങളിലെ സകല ആളുകളെയും ഒറ്റ ഇന്റർനെറ്റിൽ അവൻ കൺട്രോൾ ചെയ്യും. അല്ലേ? നമ്മുടെ എല്ലാം വീടുകളിലും കടകളിലും CC ക്യാമറ ഇല്ലേ? പഴയ കാലത്തേക്ക് വലിയ ചിലവ്. ഇപ്പം 7,000 8,000 രൂപ ഉണ്ടെങ്കിൽ ക്യാമറ വെക്കുന്നില്ലേ? വീട്ടിൽ ക്യാമറ വെച്ചൊരു കുടിയിരിപ്പില്ലേ? എങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു ക്യാമറ കാണും. ആ ക്യാമറയിൽ അന്ന് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെ ചലനങ്ങൾ അവൻ കാണണമെങ്കിൽ ഇന്റർനെറ്റ്. 2 വെളിപ്പാട് 13:5 ഒന്ന് വായിച്ചേ. വെളിപ്പാട് 13:5 തയ്യാറാക്കുക. എന്തിനാ? അതിനു മുമ്പ് ദൈവമക്കൾ എടുക്കപ്പെടും. നാം ഒരുങ്ങാനാ ഞാനിത് പറയുന്നത്. അവനിത് ചെയ്യുമ്പോൾ നാം 4 വിധത്തിൽ ഒരുങ്ങണം. വേഗം വായിക്കാം. 13:5. അടുത്ത വാക്യം 13:5. റെവലേഷൻ 13:5. വമ്പും ദൂഷണവും എന്താണെന്നറിയാമോ? ഇത് നമ്മളെ വേദപുസ്തക ഭാഷയിൽ ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അന്നത്തെ ലോകത്തിൽ അവൻ അന്ന് ജീവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആത്മീയരാരും കാണത്തില്ല, കാണാൻ പാടില്ല. അന്ന് ജീവിക്കുന്നവരോട് അവൻ പേര് വിളിച്ച് നേരിട്ട് സംസാരിക്കും. മലയാളിയോട് മലയാളത്തിൽ, സാഹിബിനോട് സാഹിബ് ഇംഗ്ലീഷിൽ, ജപ്പാൻകാരനോട് ജപ്പാൻ ഭാഷയിൽ, ലോകത്തിലെ സകല ഭാഷകളിലും അവൻ്റെ സംസാരം കേൾക്കും. ശാസ്ത്രം കണ്ടുപിടിച്ച ടെക്നോളജി ഇന്ന് നിലവിലുണ്ട്. വോയിസ് ട്രാൻസ്ലേഷൻ. എൻ്റെ ഈ പ്രസംഗം ഒരു പ്രത്യേക കമ്പ്യൂട്ടറാ. അതുകൊണ്ടൊന്ന് ഇതുമായിട്ട് കണക്റ്റഡ് ആക്കിയാൽ ഞാൻ ഈ മലയാളത്തിൽ പ്രസംഗിക്കുന്നത് ഇന്നത്തെ നിലവിൽ 250 ഭാഷകളിൽ എൻ്റെ സ്വരത്തിൽ കേൾക്കാം. അമേരിക്കക്കാർക്ക് ഒരു മദാമയുടെ പ്രസംഗം മലയാളത്തിൽ കേട്ടവരുണ്ടോ എന്ന് കൈവക്കണം. ജോയിസ് മേയർ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആ മദാമയുടെ പ്രസംഗം കേട്ടത് പച്ച മലയാളത്തിലല്ലേ? അവർ ഇന്ത്യ കണ്ടിട്ടില്ല. മലയാളം എന്നാന്ന് അവർക്ക് അറിയാൻ മേല. എന്താ കാര്യം? അവർ പറയുന്നത് ഈ കമ്പ്യൂട്ടറിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആശുപത്രിയിൽ ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അമേരിക്കയിലും മറ്റും പല ഭാഷക്കാരുണ്ട്. നേഴ്സ് അറിയാൻ പറ്റിയത് ജപ്പാനാണോ കൊറിയയാണോ രോഗിയോട് ചോദിക്കുന്നത് കമ്പ്യൂട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്ത് രോഗിക്ക് കൊടുക്കും. രോഗി ജപ്പാനിലോ മലയാളത്തിലോ തമിഴിലോ പറയുന്നത് ഈ കമ്പ്യൂട്ടർ ഇംഗ്ലീഷിൽ കൊടുക്കും. എന്തിനത് കണ്ടുപിടിച്ചു? ഒരുവൻ പേര് വിളിച്ച് നേരിട്ട് ലോകത്തിലുള്ള ജനത്തോട് സംസാരിക്കും. അതിന് ഇന്റർനെറ്റ് റെഡിയായോ? എങ്കിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സമയമെടുത്തോ? 3ാമത്തെ രാജമുടി. അതിനായി ദേവാലയങ്ങളും ആരാധനാലയങ്ങളും അവൻ അടച്ചിട്ടത്. വെളിപ്പാട് 13:14 വായിച്ചേ. വെളിപ്പാട് 13:14 അതിൻ്റെ ട്രയലായിരുന്നു. ഒറ്റ മതത്തിൻ്റെ ആരാധന നടന്നോ? ഇല്ല. 13:14. അടുത്ത വാക്യം. ആ 2000 വർഷം മുമ്പ് ഒരു സയൻസും ഇല്ലാഞ്ഞപ്പോൾ ദൈവദാസൻ എഴുതി വെച്ചത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ആർക്കും ഒഴിയാനൊക്കത്തില്ല. ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറയാ. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും എന്നന്ന് പറഞ്ഞു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കിട്ടും. നമുക്കിന്നറിയാം, ശാസ്ത്രം പുരോഗമിച്ചു. അതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അറിയാമല്ലോ. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടും. കമ്പ്യൂട്ടർ സംസാരിക്കും, മൊബൈൽ സംസാരിക്കും, TV സംസാരിക്കും. എങ്ങനെ അതിന് ജീവൻ കിട്ടും? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന G3 G4 ജനറേഷൻ. G5 വന്നു പഠി. നമ്മുടെ രാജ്യം G6 വരെയൊക്കെ വന്നു. G7 8 ആയി കഴിഞ്ഞാൽ സകല കമ്പ്യൂട്ടറും സംസാരിക്കും. അതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മുടെ കേരളത്തിൽ പോലും എൻ്റെ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞു. എന്താണ്? കമ്പ്യൂട്ടറിൽ ജീവൻ കിട്ടും.
അന്നത്തെ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ, അന്നത്തെ മൊബൈൽ തുറക്കുമ്പോൾ, അന്നത്തെ ഏത് ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് തുറന്നാലും ഇവന്റെ രൂപം പ്രത്യക്ഷമാകും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും, നേരിട്ട് അതാത് ഭാഷയെ സംസാരിക്കും. അപ്പോൾ അവന് ലോകക്ക് എന്താ? അവന് ദൈവമാകണം, എന്നെ നമസ്കരിക്കണം. എന്നെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. പ്രവചനം നിർവഹിച്ചത് കേട്ടുകൊണ്ടിരിക്കുക. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം. രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ലോകത്തിലോട്ട് ഒഴുകരുത്. പുനലൂരിരിക്കുന്ന ഒരു വ്യക്തി അവൻ യെരുസലേമിലോ ബാബിലോണിലോ ഇരിക്കുമ്പോൾ ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ അന്ന് ഓൺ, നമ്മളാരും കാണാൻ പാടില്ല. സഭയെടുക്കപ്പെട്ട ശേഷമാണ്. അന്ന് രാത്രിയിലോ പകലോ ഈ പുനലൂരിനടുത്തൊരു കുഗ്രാമത്തിലാന്ന് ഓർത്തോ. അന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഇവന്റെ രൂപം പ്രത്യക്ഷപ്പെടുമ്പോൾ നമസ്കരിക്കാത്തവരെ അവൻ എങ്ങനെ യെരുസലേമിലോ ബാബിലോണിലോ ഇരുന്ന് കൊല്ലും? കണ്ടുപിടിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ സംഘടനയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് യൂറോപോൾ. അവർ 2018 ഇന്ത്യ മുതൽ അമേരിക്ക വരെ അവർക്ക് ബന്ധമുള്ള രാജ്യങ്ങൾക്ക് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. 2022 തീർന്നില്ലേ? 2022 മുതൽ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചു കൊള്ളണം. ഏത് സമയത്തും ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. ഇന്റർനെറ്റ് മർഡർ. ഒരുവനെ കൊല്ലാൻ വാടക ഗുണ്ടാ വേണ്ട, കത്തി വേണ്ട, ആയുധം വേണ്ട. ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. എങ്ങനെ? നിങ്ങൾ അനുഭവിക്കുന്നവരോട് ഞാൻ പറഞ്ഞ സാമ്പിൾ. ഈ പുനലൂരെ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിലോ ഏതെങ്കിലും ഒരു നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലോ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഡോർ ഗ്ലാസ് അല്ലേ? അത് തുറന്നു തരാൻ അവിടെ സെക്യൂരിറ്റി ഇല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ തുറന്നു കിട്ടുന്നു? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിൽ നിന്നും ആ ഡോറിൽ നിന്നും ഒരു നിശ്ചിത അടി അകലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്ഡ് സെൻസറിയെയും തുറക്കും. കറക്റ്റാ എങ്കിൽ അന്ന് അവനെ നമസ്കരിക്കുന്ന ഷെയ്ഡ് പതിക്കാത്ത മുഴുവൻ സാധനങ്ങൾ പൊട്ടിത്തെറിച്ച് അവരെ കൊല്ലിക്കുമെന്ന് യൂറോപ്പോൾ പറഞ്ഞെങ്കിൽ ഇന്റർനെറ്റ് അവൻ ഉപയോഗിക്കേണ്ട. രണ്ടാമത്തേക്ക് 1 അവൻ എല്ലാവരോടും സംസാരിക്കും, 2 എല്ലാവരെയും കൊല്ലിക്കും. നോക്കിക്കേ, 1 3 എല്ലാവരെയും നിയന്ത്രിക്കും, 4 കാണാപ്പാട വചനം അറിയാവുന്നവർക്ക് നെറ്റിമേലും കൈമേലും മുദ്രയുള്ളവനല്ലാതെ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കത്തില്ല. ബുദ്ധിയുള്ളവൻ. ഒന്ന് വായിച്ചേ 13:16. അടുത്ത വാക്യം. ആ ആ ആ ഒരു പട്ടണത്തിലേക്ക് നമ്മൾ സാവകാശം അടുക്കുന്നത് പോലെ ഈ പ്രവചനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒന്നാമത്തെ നടപടിയാണ് ലോകത്തിൽ മുഴുവൻ എല്ലാവർക്കും പിക്ചർ ID. പിക്ചർ ID ഇല്ലാത്ത ഒറ്റ രാജ്യമില്ല എല്ലാവർക്കും. ഇന്ത്യയിലെ നമ്മുടെ പിക്ചർ IDയുടെ പേരാണ് ആധാർ. ആ അക്കം ഉണ്ടല്ലോ, ആ അക്കം കമ്പ്യൂട്ടർ അടിച്ചാൽ ഡൽഹിയിൽ അറിയാം നമ്മുടെ സകല വിവരങ്ങളും. അടുത്ത നടപടി, പേഴ്സിനകത്ത് പണം വേണ്ട, കാർഡിട്ട കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഇല്ലേ? ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചു കടയുണ്ട്, ബാബു എന്നാ പേര്. ബാബുവിൻ്റെ പിതാവ് ചാക്കോച്ചൻ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ തയ്യക്കാരനായിരുന്നു. ആ ബാബു, ആ ചാക്കോച്ചായനോടുള്ള ബഹുമാനത്തിന് ഞാനിപ്പോൾ എത്ര തിരക്കാണ് ആ ബാബുവിനോട് പാല് മേടിക്കുന്നത്. ബാബുവിനോട് പാല് മേടിക്കാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വണ്ടി നിർത്തിയപ്പോൾ ബാബു ഒരു 2 പാക്കറ്റ് പാല് തരാൻ പറഞ്ഞപ്പം ഒരു വടക്കേന്ത്യക്കാരൻ കൊച്ചൻ ഇങ്ങോട്ട് ഓടി വന്ന് ഒരു കോളായും 2 പാക്കറ്റ് സിഗരറ്റ് മേടിച്ചിട്ട് ഇപ്പം പൈസ കൊടുത്തില്ല. അവിടെ ഇരുന്നൊരു സൂത്രത്തിലിട്ട് ഫോൺ മുട്ടിച്ച ജമ സ്ഥലം വിട്ടു. ഞാൻ അന്തിച്ചു പോയി. കൊച്ചു കടയിൽ പോലും ടെക്നോളജി ഇല്ലേ? എങ്കിൽ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഈ എൻ്റെ കൈ നിങ്ങളുടെയും ആധാർ, ലോകരാജ്യങ്ങളിലെ മുഴുവൻ ID കമ്പ്യൂട്ടറിനകത്ത് ഏറ്റവും ലളിതമായി
വലത്തെ കൈയുടെ തള്ളവിരലിന്റെ താഴെയോ നെറ്റിയിലോ സുരക്ഷിതമായി പതിപ്പിക്കാം. ഒരപകടവുമില്ല, ഒരു മോഷണവും നടക്കത്തില്ല, ഒരു ചൂഷണവും നടത്തത്തില്ല. എൻ്റെയും നിങ്ങളുടെയും ആധാർ ഒരു ചിപ്പാക്കി വലത്തെ കൈയുടെ തള്ളവിരലിന്റെ താഴെ പതിപ്പിച്ചാൽ സുരക്ഷിതമായി കൊണ്ടു നടക്കാം എന്ന് സയൻസ് കണ്ടുപിടിച്ചെങ്കിൽ നമുക്കൊക്കെ അത് കിട്ടും. എന്നാൽ അതല്ല വിഷയം. നാം മാറിക്കഴിയുമ്പോൾ വരുന്ന ഭരണാധികാരി പറയും, നിങ്ങളുടെ ആധാറിന്റെ കൂടെ, നിങ്ങളുടെ ഐഡിയുടെ കൂടെ എൻ്റെ നമ്പരായ 666 അടിച്ചില്ലെങ്കിൽ കടയിൽ ചെന്നാൽ ഓപ്പൺ ആകത്തില്ല. സംഭവം എത്രാത്ത? അഞ്ചാമത്തെയോടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ആ കാലത്ത് ജീവിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. വെളിപ്പാട് 13:10 ഒറ്റ ഒരുവൻ എല്ലാവരെയും അടിമയാക്കും. 13:10 വേഗം വായിക്കാം. 13:10 ഒരു പുതിയ കണ്ടുപിടുത്ത സയൻസ് 70% കണ്ടുപിടിച്ചു കഴിഞ്ഞു. ബാക്കി 30 കൂടെ കണ്ടുപിടിക്കും. ഞാൻ വിശ്വസിക്കുന്നു അന്ന് എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങും, നമ്മളെ ചേർക്കും. ഈ ഒരൊറ്റ കാര്യം മാത്രമേ അവൻ്റെ ഭരണത്തിന് ഇപ്പോൾ തടസ്സമായിട്ടുള്ളൂ. അവൻ്റെ 5 രാജമുടി വേറെയുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. അതിന് കമ്പ്യൂട്ടർ വേണ്ട. സമാധാനം എടുത്തു കളക, കൈവിടപ്പെട്ടു പോകുന്ന ക്രിസ്ത്യാനികളെ ഒതുക്കുക, യഹൂദനെ ഒതുക്കുക, മ്ലേച്ഛത വർദ്ധിപ്പിക്കുക, ആർക്കും ആരെയും കല്യാണം കഴിക്കാം. ഇതിനൊന്നും കമ്പ്യൂട്ടർ വേണ്ട, അതോടെ നിൽക്കട്ടെ. ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എങ്ങനെ അടിമയാക്കും? ശാസ്ത്രം ഒരു പുതിയ മേഖലയിൽ, ശാസ്ത്രം നല്ല കാര്യത്തിനാണ് കണ്ടുപിടിക്കുന്നത്, മനുഷ്യൻ പ്രയോഗിക്കുന്നത് തെറ്റിക്കാണെന്നേ ഉള്ളൂ. പ്ലെയിൻ കണ്ടുപിടിച്ചത് ആകാശത്തിൽ പറക്കാനാ, അത് മനുഷ്യനെന്ന് പ്രയോഗിക്കുന്നത് ജനങ്ങളെ കൊല്ലാനാ, അല്ലേ? ഫോണ് സന്ദേശം അയക്കാനാ. ഇന്ന് ഫോണിൽ കൂടെ സകല വൃത്തികേട് നടക്കുന്നത്. സയൻസ് കണ്ടുപിടിക്കുന്ന നല്ല കാര്യമാണ്, സയൻസിന് നമ്മൾ എതിരല്ല. നമ്മൾ ശാസ്ത്രത്തിൽ അവരെ അഭിനന്ദിക്കണം. പക്ഷേ അതിൻ്റെ ദോഷവശം നിങ്ങളൊന്ന് കേട്ടോണം. ഇന്ന് സയൻസ് പറയുന്നത്, ഞാൻ 2 പേരുടെ പേര് പറയും, എനിക്ക് അറിയാവുന്ന 2 പേരാ. ഒന്ന് നമ്മുടെ അധ്യക്ഷനായ ജോൺസൺ, രണ്ടാമത് AG-യിലെ പാസ്റ്ററായ MD തോമസ്, അല്ലേ? ഇവരെ 2 പേരെയും 2 സമയത്തേക്ക് ഞാൻ 2 വിധത്തിൽ മാറ്റാൻ പോവാ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ജോൺസൺ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാണ്, സങ്കല്പിച്ചു. ചെറിയ ബിസിനസ്സല്ല ജോൺസന്റെ. ഒരു ദിവസം 1000 കോടി രൂപയുടെ ബിസിനസ്. ലോകത്തിൻ്റെ കാര്യം ഞാൻ പറയുക. ഒരു ദിവസം ജോൺസൺ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ ഒരു ദിവസം ടേൺ ഓവർ 1000 കോടി രൂപ. ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ, ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് MD തോമസ്. അദ്ദേഹത്തിന് ജോൺസൺ ഒരു മാസം കൊടുക്കുന്ന ശമ്പളം 1 കോടി രൂപ. 1 കോടി രൂപ ആണ് ഒരു മാസം ഇദ്ദേഹം മേടിക്കുന്നത്. ആരിൽ നിന്നും? ജോൺസണിൽ നിന്ന്. ടെക്നിക്ക്, അല്ലേ? ഞാൻ നോക്കിയപ്പോൾ ജോൺസന്റെ ഈ 1000 കോടി രൂപയുടെ ബിസിനസ് എനിക്കെന്തുകൊണ്ട് എടുത്തുകൂടാ? ഇതിൻ്റെ ടെക്നിക്ക് എന്താ? ഓരോ ബിസിനസ്സിനും ഓരോ ടെക്നിക്കുണ്ട്. നിങ്ങൾക്കതറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബ്രാൻഡുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടമല്ലേ? KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്നാന്ന് ലോകത്തിലാർക്കും പറഞ്ഞു തരത്തില്ല. അത് കെൻഡക്കിയിൽ, അമേരിക്കയിൽ. അതുപോലെ തന്നെയാണ് കൊക്കക്കോള. അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ രഹസ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിനകത്ത് ഒരു രഹസ്യമുണ്ട്, അല്ലേ? ഞാനൊരു വീട്ടിലൊരു രാജ്യത്ത് ചെന്നപ്പോൾ നല്ല സൂപ്പർ നാരങ്ങ അച്ചാർ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, അമ്മാമ്മ ഇത് എങ്ങനെയായിട്ട്? അത് മാത്രം പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. അത് അവരുടെ കാര്യമോ? എങ്കിൽ ഈ 1000 കോടി രൂപ വിലയുള്ള ബിസിനസ് നടത്തുന്ന ജോൺസന്റെ ബിസിനസ്സിനെ പൊളിച്ച് എനിക്കൊന്ന് എടുക്കണം. ഞാൻ ചെയ്യുന്ന പരിപാടി, ഞാൻ അദ്ദേഹത്തിൻ്റെ PA ആയ MD തോമസ് എന്ന് പറയുന്ന ബിസിനസ് ഉദ്യോഗസ്ഥനെ 1 കോടി രൂപ അല്ലേ അദ്ദേഹത്തിന് ശമ്പളം. അദ്ദേഹത്തെ ഞാൻ സ്വാധീനിക്കുന്നു സങ്കല്പിക്കുക. അദ്ദേഹത്തോട് ഞാൻ പറയുക, തോമസേ, ഒരു 50 കോടി രൂപ ഞാൻ തരാം, ഇതിൻ്റെ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞതാണ്. തോമസ് ആലോചിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ലല്ലോ, 50 കോടി രൂപ കിട്ടുകയില്ല, മാറി വേറെ പരിപാടി തുടങ്ങാം, എനിക്ക് പറഞ്ഞു തരില്ലേ? ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ സയൻസ് ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരാണ് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. കയ്യിൽ ചിപ്പ് വെച്ചാൽ ആ ചിപ്പ് വഴി ജോൺസന്റെ, തോമസ് എന്ന് പറയുന്ന PA-യുടെ ചിന്തയെ വലിച്ചെടുക്കാൻ, ന്യൂറോ സിസ്റ്റത്തിൽ എന്തെല്ലാം ചിന്ത വന്നിട്ടുണ്ടെന്ന് ഈ ചിപ്പ് വഴി വലിച്ച് ജോൺസന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരാളുടെ മനസ്സിലെ ചിന്ത വലിച്ചെടുക്കാൻ വേറൊരാൾക്ക് പറ്റും. സാത്താൻ ലോകത്തിൽ ഭരിക്കുമ്പോൾ എല്ലാവരെയും 2 വിധത്തിൽ അടിമയാക്കും. 1, സകല ആളുകളുടെ ചിന്ത അവൻ വലിച്ചെടുക്കും. 2, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കയ്യിലോട്ട് ചിപ്പ് വെച്ച് കൊടുക്കും. ഇപ്പം തന്നെ അവിടെ ഉള്ളിൽ പറഞ്ഞ അവൻ 5 അയലോകത്ത് നിൽക്കത്തില്ലല്ലേ? അവൻ നമ്മുടെ എല്ലാം മനസ്സിലെ ചില രഹസ്യങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു രഹസ്യമില്ലാത്ത ഒറ്റ വ്യക്തി ഇവിടെ ഇരിപ്പില്ല. ഉണ്ടോ? ഇല്ല. ഇത് അടുത്ത ഒരാൾ അറിഞ്ഞാൽ അടി നടക്കുവോ?
ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? 5 രാജമുടികൾക്ക് ഇന്റർനെറ്റ് ആവശ്യമാണെങ്കിൽ, ഇന്റർനെറ്റ് വലുതായെങ്കിൽ പരിശുദ്ധാത്മാവ് കാന്തയെ ഒരുക്കുന്നു. 1 വിശുദ്ധിയിൽ ഒരുങ്ങണം. രൂപാന്തരപ്പെടണമെങ്കിൽ വിശുദ്ധി വേണം. കാരണം റോമർ 1:5 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഒന്ന് വായിച്ചാൽ മോളെ, റോമർ 1:5. റോമർ 1:5. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച. അതാണ് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവമക്കളെ, പൊത്തുവരുത്ത വിശുദ്ധി കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഈ ശരീരം ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഈ ശരീരത്തിൽ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം 4 ഒരൊറ്റ ശരീരം പോകത്തില്ല. നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരാകണം. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെക്കണം. എൻ്റെ വിശുദ്ധി കുറയുന്ന യാതൊരു നന്മയും എനിക്ക് വേണ്ട. എൻ്റെ വിശുദ്ധി കുറയുന്ന സ്ഥാനമാനം എനിക്ക് വേണ്ട. എൻ്റെ വിശുദ്ധി കുറയുന്ന ലോകസുഖം എനിക്ക് വേണ്ട. ലോകത്തിൽ നല്ല വീട് വെക്കരുതെന്നോ, വാഹനം മേടിക്കരുതെന്നോ, നല്ല വസ്ത്രം ധരിക്കരുതെന്നോ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അതിജീവിക്കുന്ന ഒരു നന്മയും വേണ്ട. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ തലമുറയാ. ഇസ്രായേലിനെ കുറിച്ച് ഞാൻ തൊട്ടില്ല. തൊട്ടാൽ ഇവിടെ നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഈ തലമുറ ഞാൻ എൻ്റെ സ്വയസിദ്ധമായ ഭാഷയിൽ ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഏത് രാജ്യത്ത് എവിടെ എന്നെ വിളിച്ചാലും ഇതുപോലെ സ്റ്റേജിൽ കയറി പ്രാർത്ഥിച്ചിട്ട് എന്നോടൊപ്പം ഇരിക്കുന്ന ദൈവദാസന്മാരുടെയും പാട്ടുകാരുടെയും എവിടം വരെ എൻ്റെ നോട്ടം ചെല്ലുവോ അവിടം വരെ എൻ്റെ കേൾവിക്കാരുടെയും മുഖത്തേക്ക് ഞാനൊന്ന് നോക്കും. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ പ്രായം ഒന്ന് കണക്ക് കൂട്ടാനാണ്. ഒരല്പ മനഃശാസ്ത്രവും തമ്പുരാൻ തന്ന പല്ലും കവിളും കണ്ണും കണ്ട പ്രായം അറിയാം. എനിക്ക് നിങ്ങളെല്ലാം കണ്ടിട്ട് വളരെ സന്തോഷം. വചനപ്രകാരം ജീവിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണത്തിന് ശവപ്പെട്ടി വേണ്ട. സന്തോഷമുള്ളവരും ദൈവത്തെ സ്തുതി ചെയ്യും. സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം. അത് മറ്റൊരു കാര്യം. നാച്ചുറൽ ഡെത്ത് ആർക്കും എപ്പോഴും സംഭവിക്കാം. 85കാരനാണ് ഞാൻ. എൻ്റെ ഭാഷ പറഞ്ഞാൽ എൻ്റെ ജീവിതം സെമിത്രിയുടെ ഗേറ്റിങ്ങിലാണ്. എടുത്തങ്ങോട്ട് ഇട്ടാൽ മതി, ഇല്ലേ? പക്ഷെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ഈ തലമുറയിൽ രൂപാന്തരപ്പെടും. കാരണം വചനപ്രകാരം ക്രൈസ്തവർക്ക് ജീവിക്കാൻ മേലാത്ത നിയമങ്ങൾ ലോകരാജ്യം കൊണ്ടുവന്ന് വെള്ളം കഴുത്തോളമായി, തിന്മ കഴുത്തോളമായെങ്കിൽ എൻ്റെ കർത്താവ് തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭയെ ഇതിലിട്ട് ഒലയ്ക്കത്തില്ല. അവൻ വേഗമെന്ന് നമ്മളെ ചേർക്കും. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ മേലാത്ത രാത്രി വരുന്നു. കണ്ണുകളടയ്ക്കാം ഒരു മിനിറ്റ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദുഃഖത്തിൻ്റെ പാറയിടുക്കിൽ തക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിരാശയുടെ ഇരുളിൽ കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലും തകർച്ച, ഏതെങ്കിലും ശരീരത്തിൽ സ്വഭാവത്തിലുള്ള കുഴപ്പങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ വന്നതല്ല, കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാണ്. എന്തിനാ? ഒരു ചാൻസ്, ലാസ്റ്റ് സ്റ്റോപ്പ്. ആ സഹോദരൻ കായംകുളത്തിറങ്ങിയതുപോലെ ലാസ്റ്റ് സ്റ്റോപ്പാണ് റാപ്ചർ. ഇത് കഴിഞ്ഞാൽ സ്റ്റോപ്പില്ല. ഇത് കഴിഞ്ഞാൽ ഈ ലോകമാകുന്ന തീവണ്ടി, മഹോദ്രവമാകുന്ന ആക്സിഡന്റ് കൂമ്പുകുത്താൻ പോവുക. നിങ്ങളുടെ പണമൊന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല, സ്ഥാനമാനം രക്ഷിക്കത്തില്ല, കുടുംബം രക്ഷിക്കത്തില്ല, സഭ രക്ഷിക്കത്തില്ല, മതം രക്ഷിക്കത്തില്ല, ബാങ്കിലെ കാശ് രക്ഷിക്കത്തില്ല, ഭാര്യയും ഭർത്താവും മക്കളും രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ ഒരുവൻ കർത്താവായ യേശു. രക്ഷിക്കുകയും സമാധാനവും ആശ്വാസവും നൽകും. കണ്ണുകളടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങോട്ട് വരണ്ട, കരമുയർത്തിയാൽ മതി. ഐ വിൽ പ്രേ ഫോർ യു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വ്യത്യാസം നിങ്ങൾ അനുഭവിക്കും. വേഗം കരമുയർത്തുക. സ്വർഗ്ഗപിതാവേ, ഈ കരമുയർത്തിയവരാരെന്ന് അങ്ങ് കാണുന്നു. ഷൊകലകതറ ഫബലബതറ, അവിടുന്ന് അറിയുന്നു, അവിടുന്ന് കാണുന്നെങ്കിൽ അങ്ങ് വാക്കുമാറാത്തവനാണെങ്കിൽ ചെറിയവനായ അടിയനോട് നൽകിയ വാഗ്ദത്ത പ്രകാരം ഇന്ന് ഈ കരമുയർത്തിടണമേ. അങ്ങയുടെ വെളിച്ചം കൊടുത്തിട്ട് ഇനി ഒരു ഇരുളും ഗ്രസിക്കാതെ തൊടാതെ സൂക്ഷിക്കണം. ആത്മാവിൽ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ